വായിച്ച് 5-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്. അതിന് അല്പം മുമ്പ് ഒരു പ്രയോഗമുണ്ട്, ആത്മാവ് നിറഞ്ഞവരായി. ഉണ്ടോ ആത്മാവ്? അപ്പൊ നാം നിറയണം ആത്മാവിനാൽ. അല്പാൽപ്പം കിട്ടിയാൽ പോരാ ആത്മാവ്, പിന്നെ ആത്മാവിനാൽ നിറയണം. ആത്മാവ് നമ്മിലും നാം ആത്മാവിലും നിറയുന്നൊരു അനുഭവം. അതാണ് യഥാർത്ഥത്തിൽ പെന്തക്കോസ്തൻ ജീവിതം എന്ന് പറയുന്നത്. ആത്മനിറവിൻ ജീവിതമാണ്. നിറവിൻ ജീവിതമാണ്. ആത്മാവ് നമ്മിൽ നിറയുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയാമോ? ലീഡിങ് ബൈ ദ സ്പിരിറ്റ് ആണ്. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമാക്കപ്പെടുന്ന ഒരു ജീവിതമാണ്. ആത്മാവ് നമ്മളെ എന്തോ ചെയ്യണം? നിയന്ത്രിക്കണം. നാം ആത്മാവിനെ നിയന്ത്രിക്കുകയല്ല, ആത്മാവ് നമ്മെ നിയന്ത്രിക്കണം. എന്ത് വേണം, എന്ത് വേണ്ട, എന്ത് തള്ളണം, എന്ത് കൊള്ളണം, എന്താകണം, എന്താകരുത്, ആരുടെ കൂടെ ആകാം, ആരുടെ കൂടെ ആകരുത് എന്നിത്യാദി ആലോചനകൾ ഫൈനലായി കിട്ടേണ്ടത് എവിടുന്നായിരിക്കണം? പരിശുദ്ധാത്മാവ്. അതാണ് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. ആത്മാവിനാൽ നിറയപ്പെടുക എന്ന് പറയുന്നത് ആത്മാവിനാൽ നിയന്ത്രിതമാക്കപ്പെടുക. മനസ്സിലായി? വാക്കിംഗ് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ് എന്ന് പറയുന്നത് ആ തത്വമാണ്, ആ ഒരു സംസ്കാരമാണ്. ആത്മാവ് തന്നെ നമ്മുടെ ചുവടുകളെ നിയന്ത്രിക്കണം. നമ്മുടെ മനസ്സും മനസ്സാക്ഷിയും നമ്മുടെ ഇഷ്ടവും അനിഷ്ടവും ഒന്നുമല്ല. നമ്മളെ നിർബന്ധിക്കുന്ന, സ്വാധീനിക്കുന്ന, നമ്മുടെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുകൾ തരുന്ന നിർബന്ധത്താലല്ല, പകരം നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കണം. അതിനാണ് ആത്മാവിനാൽ എന്തോ ചെയ്യണമെന്ന് പറയുന്നത്? നിറയണമെന്ന് പറയുന്നത്. ആത്മവ്യാപാരത്തിന്റെ 3 തലങ്ങൾ ഞാൻ പിന്നീട് പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. 6-ാം അധ്യായത്തിലാണ് നമ്മുടെ കുറിവാക്യം. എന്താണ്? ദ മൈറ്റി പവർ. ഒടുവിൽ കർത്താവിലും അവന്റെ 6-ന്റെ 10-ാം വാക്യം. 6-ന്റെ 10-ൽ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും. ആ ഒടുവിൽ എന്ന പദം പകൽ പഠിച്ചതും ഓർക്കുന്നുണ്ടല്ലോ, മറക്കരുത്. പകലില്ലാതിരുന്നവരുടെ അറിവിലേക്ക് ഒരൊറ്റ വാചകത്തിൽ പറയാം, ഒടുവിൽ എന്ന പദം മറക്കരുത്. ഇന്ന് രാത്രി യോഗത്തിന് മാത്രം വന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിനെന്ന് എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം പകലില്ലാതിരുന്നവർക്ക് വേണ്ടി പറയുകയാണ്. പകലുണ്ടായിട്ടും മറന്നുപോയ പുള്ളികളുണ്ട്, കയ്യൊന്നും പൊക്കണ്ട. അങ്ങനെയുള്ളവർക്കും കൂടി ഉപകാരമാകാൻ വേണ്ടി ഒന്നുകൂടെ ആവർത്തിക്കാൻ. 6-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും. 6-ന്റെ 10-ൽ പറയുന്നതിന് മുൻപ് 5-ന്റെ 22 മുതൽ 6-ന്റെ 9 വരെ പറയുന്ന 10 കൂട്ടം ആളുകളോടാണ് അത് പറയുക. 5-ന്റെ 22 പറയുന്നു, നീ നല്ലൊരു ഭാര്യയായതിനൊടുവിൽ എന്തോ തരാം? അമിതബലം തരാം. ഭാര്യാപദം ദൈവത്തിന് പ്രസാദമാകട്ടെ. ഭർത്താവിനെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, അംഗീകരിക്കുന്ന, ഭർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന, ഭർത്താവിന് കീഴ്പ്പെടുന്ന, അനുസരിക്കുന്ന ഒരു ഭാര്യയാകെ. അതിനൊടുവിൽ എന്തോ തരാം? അമിതബലം തരാം. അതാണ് 5-ന്റെ 22 6-ന്റെ 10-മായി കണക്ട് ചെയ്യണം. അടുത്തത് 5-ന്റെ 25 എന്താ പറഞ്ഞിരിക്കുന്നത്? ഭർത്താക്കന്മാരെ എന്ന് വിളിച്ചിട്ട് പറയുന്നു, ഭാര്യയെ സ്നേഹിക്കെ, പോറ്റി പുലർത്ത്, അവളുടെ കൈപ്പായിരിക്കരുത്. ഭർത്താക്കന്മാരോട് സകല ഉപദേശങ്ങളും പഠിക്കണം, എന്നിട്ട് ഉത്തമനായ ഭർത്താവാകണം. ഭാര്യയോട് അവിശ്വസ്തത കാട്ടരുത്. ഭാര്യ ഒരിക്കലും ചതിക്കരുത്, വഞ്ചിക്കരുത്. വാക്കിന് പോലും ഭാര്യയുടെ കൂടെ ജീവിക്കാൻ ഇറങ്ങി വന്ന ഭാര്യയോട് ഭർത്താക്കന്മാരൊക്കെ ശ്രദ്ധിക്കണം. എത്ര വലിയ ഉപദേശിയാണെങ്കിലും, എത്ര വലിയ ഓവർസീർ ആണെങ്കിലും, ഭാര്യയോട് അവിശ്വസ്തത പുലർത്തുന്നവർക്കൊന്നും രക്ഷാസാധ്യതയില്ല. കാരണം ധരിച്ച വീട്, നാട്, അപ്പനും അമ്മയും, ആ പെൺകുട്ടിയെ വളർത്തി വലുതാക്കിയ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥിതി പോലും വിട്ട് വേറൊരിടത്തേക്ക് വന്നു കയറുന്ന ആ പെണ്ണിനോട് അവിശ്വസ്തത കാട്ടുന്ന ഒരു ഭർത്താവിന് ഒരു കാലത്തും ദൈവത്തിന്റെ നന്മ ഉണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഭർത്താവാകെ ആവിനോടുവിൽ എന്തോ തരാം? പകലെ ഞാൻ പറഞ്ഞായിരുന്നു, ദാമ്പത്യ ജീവിതം സുതാര്യമാണോ എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്തോന്നറിയാവോ? ഭാര്യാഭർത്തൃ ബന്ധം സുതാര്യമാണോ എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്തോ? കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുമ്പോൾ പറയുന്നതിന് പരിമിതിയുണ്ട്, എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. യോഗം തീരാൻ പോവാണല്ലോ, രാത്രി യോഗങ്ങൾ തീരുകയല്ലേ. ഞാൻ ഇന്ന് രാത്രി പോവുകയാണ്, അപ്പം എന്നോട് പറയാനുള്ളതെല്ലാം പറയാതെ പോകാനും പറ്റത്തില്ല എനിക്ക്. സ്തോത്രം. ഭാര്യാഭർത്തൃ ബന്ധം സുതാര്യമാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്തുവാ? ഒരു വീട്ടിൽ താമസിക്കുന്നതാണോ? അല്ല. ഒരു മുറിയിൽ ഉറങ്ങുന്നതാണോ? ഒരു കട്ടിലെ ഉറങ്ങുന്നതാണോ? അല്ലല്ല, ഇതൊന്നുമല്ല. ഒരു കട്ടിലെ ഉറങ്ങുമ്പോഴും അങ്ങേയറ്റത്ത് അച്ഛൻ ഇങ്ങേറ്റത്ത് അമ്മാമേൻ നടുക്കഞ്ചാറ് തലേണം കിടന്ന വല്ല ഗുണമുണ്ടോ? ഇല്ല. അകന്ന് കിടന്നുകൊണ്ട് കാര്യമായില്ല. ഒരു കട്ടിലേലാണെന്നുള്ളതേ ഉള്ളൂ, തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അതല്ല സുതാര്യമാണെന്നുള്ളതിന് തെളിവ്. പിന്നെന്താ തെളിവ്? നിങ്ങൾ ഉപയോഗിക്കുന്ന, രണ്ടുപേരും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന് ഒരു പാസ്വേഡ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഒരു ലോക്ക് നമ്പർ ഉണ്ടോ? ഭാര്യയ്ക്ക് അറിയാമോ ആ ലോക്ക് നമ്പർ? ഭർത്താവിന് അറിയാമോ ആ ലോക്ക് നമ്പർ? ഇല്ലെങ്കിൽ എന്തോ ഗുലുമാലുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഭർത്താവിന്റെ മൊബൈൽ എടുത്ത് ഭാര്യ എം വരച്ചു, ഓ വരച്ചു, കെ വരച്ചു, എല്ല് വരച്ചു, തുറക്കുന്നില്ല കൊന്തം. എടുത്ത് ദേഷ്യം വന്ന് തറയിലെറിഞ്ഞു. ഇങ്ങേരിത് എന്നാ പാസ്വേഡ് ഇട്ട് പൂട്ടി വെച്ചേക്കുവാ മനുഷ്യ എന്നും പറഞ്ഞെടുത്ത് പുള്ളിക്കാരൻ വന്ന് നോക്കിയപ്പോൾ മൊബൈലിന്റെ ചില്ല് പൊട്ടിയിരിക്കുന്നു. കുഞ്ഞുങ്ങൾ ആരാണെന്നും പറഞ്ഞാ പുള്ളി വഴക്കുണ്ടാക്കി.
കുഞ്ഞുങ്ങളല്ല, പ്രതി അവിടെ മാറി നിൽപ്പുണ്ടോ? മനസ്സിലായില്ലേ? ഭാര്യാഭർത്തൃ ബന്ധം സുതാര്യമാണോ എങ്കിൽ പിന്നെന്തിനാ മൊബൈൽ ഫോണിൽ ലോക്ക് എന്തിനാന്ന് പറ. ഭർത്താവ് കുളിക്കാൻ പോയ നേരം കൊണ്ട് ഭാര്യ പുള്ളിക്കാരൻ്റെ മൊബൈൽ എടുത്തോണ്ട് ഒറ്റ ഓട്ടം ഫെയ്ത്തോമിലോട്ട് പാസയെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, പാസ് ചെയ്തൊന്ന് തുറന്നു തരണം. പാസ് ചോദിച്ചാൽ ആരുടെയാ? അതാ വേറെ ആരുടെയല്ല, എൻ്റെ അച്ഛൻ്റെയാണ്. അതിൻ്റെ ഞാൻ തുറക്കാൻ ഇന്നലെ രാത്രി 1 മണി മുതൽ അങ്ങേര് ഇതിനകത്തായിരുന്നു. ആ നമ്പർ ഏതാണെന്ന് എനിക്കറിയാം. പാസ്സാകുന്നില്ല നോക്കിയിട്ട് എന്തോ ചെയ്യാൻ പറ്റുന്നില്ല, തുറക്കാൻ പറ്റുന്നില്ല. പുള്ളി ബാത്റൂമിൽ നിന്ന് മൂളിപ്പാട്ടും ഒക്കെ പാടി ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ മോള് പറഞ്ഞു, പപ്പ പണി കിട്ടിയെന്ന് തോന്നുന്നു. എന്ത് പണി? നീ അതിനെ പറഞ്ഞു, പപ്പയുടെ മൊബൈൽ ഫോണും കൊണ്ട് മമ്മി പള്ളിയിലോട്ട് ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ പുള്ളിക്ക് കാര്യം മനസ്സിലായി. കയ്യിൽ പോലും മാറി കൊടുക്കാതെ ഉടുത്ത ടർക്കിയോടെ പുള്ളി ഫെയ്ത്തോമിലോട്ട് എന്നും സ്റ്റൈലായിട്ട് പള്ളിയിലോട്ട് വരുന്ന പുള്ളി ടർക്കി മാത്രം എടുത്തുകൊണ്ട് പള്ളിയിലോട്ട് ഓടുന്നത് നാട്ടുകാർ മുഴുവനും കൗതുകത്തോടെ കാത്തു നിന്നു. പുള്ളി അവിടെ ചെല്ലുമ്പോൾ പാസ്റ്ററുടെ ഭാര്യ, ഇദ്ദേഹത്തിന്റെ ഭാര്യ, 3 പേരും കൂടി ഇങ്ങനെ നിൽക്കുക. ഓടിയ കൂടി ചെന്ന പാടെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. പാസ്റ്റർ അങ്ങോട്ട് പറയുക, എന്തോ കുഴപ്പം? മൊബൈൽ ഫോണുമായിട്ട് എന്താ പ്രശ്നം? എന്താ നിങ്ങളുടെ? അതൊന്നും കുഴപ്പമൊന്നുമില്ല പാസ്റ്റർ, എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് ഇവിടെ ഓടിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഫോൺ അങ്ങനെ വെറുതെ എൻ്റെ കൊണ്ട് തരത്തില്ലല്ലോ, ഞാൻ സഭയുടെ പാസ്റ്ററല്ലേ. എൻ്റെ കയ്യിൽ നിങ്ങളുടെ ഭാര്യ ഫോൺ കൊണ്ട് തരണമെങ്കിൽ എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. എങ്ങനെ ഇത് തുറക്കുന്നത്? ഇതിൻ്റെ പാസ്വേഡ് എന്തുവാ? പുള്ളി പറയത്തില്ല. പാസ്റ്റർ പറഞ്ഞു, ഞാനിവിടെ ശുശ്രൂഷിക്കാൻ വന്നിട്ട് 10-28 കൊല്ലമായി. സൺഡേ സ്കൂൾ മുതൽ നിന്നെ പഠിപ്പിച്ചു വരുവാ ഞാൻ. കല്യാണം കൂടെ ഞാനാ. ഉഭയസമ്മതം പറഞ്ഞു തന്നാൽ ഞാനാണെന്ന് ഓർക്കുന്നുണ്ടല്ലോ. ഉണ്ട് പാസ്റ്റർ. പിന്നെ എന്തുവാ കുഴപ്പം? എന്താ പറ. ഈ ഫോണിൻ്റെ ലോക്ക് നമ്പർ എന്തുവാ? ലോക്ക് നമ്പറല്ല പാസ്റ്റർ, പിന്നെന്തുവാ? ഒരു വോയിസ് ആണ്, വോയിസ് ലോക്കാണ്. ഇവനൊരു വോയിസ് പറഞ്ഞെങ്കിലേ ഫോൺ എന്തോ ചെയ്യുള്ളൂ, തുറക്കും. പുതിയ ടെക്നോളജിയാണ്, പുതിയ സംവിധാനം. വോയിസ് നമ്പർ ഇട്ടാൽ എങ്ങനെയാലും ഭാര്യ കണ്ടുപിടിക്കും. അതുകൊണ്ട് വോയിസ് ലോക്ക്. അവർക്ക് പോലും അറിയത്തില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം. വോയിസ് ലോക്കാണ് പാസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞെട്ടിപ്പോയത്, ഭാര്യ കൊണ്ട് ഞെട്ടിപ്പോയത്. വോയിസ് ലോക്ക് കൊണ്ട് ഇതിനെ ഇങ്ങനെ ക്രമീകരിക്കാൻ പുള്ളിക്കാരി പാവം അന്നേരം അറിയുന്നു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, എന്തോ വോയിസ് ലോക്ക്? ഞാൻ പറഞ്ഞാൽ മതി. ഇല്ല പാസ്റ്റർ പറഞ്ഞാൽ പറ്റത്തില്ല, ഞാൻ തന്നെ പറയണം. എന്നാൽ പിന്നെ പറയാൻ പറഞ്ഞു. ഇവൻ്റെ ചുണ്ടുകൂടെ ഫോൺ ഇങ്ങനെ പാസ്റ്റർ അടുപ്പിച്ചു കൊടുത്തു. പറയാൻ പറഞ്ഞു. പുള്ളി ഇങ്ങനെ മടിച്ചിരിക്കുക. ആടി ഞാൻ തരും, മര്യാദയ്ക്ക് പറയാൻ പറഞ്ഞു. പാസ്റ്ററുടെ പവർ അന്നേരം ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ പവറാണ്. പാസ്റ്റർമാരെല്ലാം ശ്രദ്ധിച്ചോണ്ട്, ചുമ്മാ സ്വതന്ത്രം മാത്രം പറഞ്ഞിരിക്കരുത്. നമ്മളെ ഒരുമാതിരി ശുശ്രൂഷയെ അവഗണിച്ചുകൊണ്ട് ദൈവഭയവും ഇല്ലാതെയൊക്കെ സഭയ്ക്കകത്ത് പെരുമാറുന്ന ചില പുള്ളികളുണ്ട്. അവരുടെ മുമ്പിൽ അവരുടെ സ്വോത്രാജ്യം ഒന്നും വേണ്ടാതെ വയ്ക്കണം. മര്യാദയ്ക്ക് ദൈവസഭയ്ക്കകത്ത് നിൽക്കാൻ വേണ്ടി ഘനശാലിത്വം എന്നൊക്കെ പറയുന്നത് അതാണ്. പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു, ശുശ്രൂഷകൻ എന്തോ ഉള്ളവനായിരിക്കണം? ഘനശാലികൾ. അയ്യോ, ആ പുള്ളിയെ പിണക്കിയാൽ 100 രൂപ സ്വോത്രാജ്യം ഇടുന്ന അത് മാറുമല്ലോ എന്നൊന്നും ചിന്തിക്കരുത്. വേറെ 1000 രൂപയുടെ വഴി ദൈവം തുറന്നോളൂ. ഇങ്ങനെയുള്ള ഈ സ്വഭാവ ദൂഷ്യമുള്ളവനെയൊക്കെ വെച്ചു പുലർത്തിക്കൊണ്ട് പോകരുത്. നന്നായി തർജ്ജനം ചെയ്ത് വേണം കൊണ്ടുപോകാൻ. വോയിസ് പറയാൻ പറഞ്ഞു. ഈ മഹാഭാവി പറഞ്ഞ വോയിസ് എന്തുവാന്ന് നിങ്ങൾ കേൾക്കണോ? അവന്റെ ഫോൺ തുറക്കാനുള്ള വോയിസ്. സ്തോത്രം. അങ്ങനെ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു. ഭാര്യ അറിയാതെ, മക്കളറിയാതെ, വേറെ ആർക്കും അറിയാതെ ഇവന്റെ ഫോൺ തുറക്കാനുള്ള വോയിസ് ആണ് എന്തോന്ന്. എത്ര നാളിങ്ങനെ കൊണ്ടെടുക്കുമെന്ന് പറ. എത്ര കാലം? ഒരു ദിവസം ഒരു സ്ഫോടക വസ്തു പോലെ പൊട്ടിത്തെറിക്കും. കുടുംബജീവിതത്തിനകത്ത് പ്രതിസന്ധി ഉണ്ടാവും. നാട്ടുകാരറിയും, വീട്ടുകാരറിയും, കൂട്ടുകാരറിയും, കൂട്ടായ്മക്കാരറിയും. വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് വരും. അതുകൊണ്ട് കൂടെ ജീവിക്കുന്ന പെണ്ണിനോടും കൂടെ ജീവിക്കുന്ന പുരുഷനോടും എന്തോ വേണം? വിശ്വസ്തത, ആത്മാർത്ഥത വേണം. അതല്ലാത്തതൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദിവസം പൊളിച്ചങ്ങ് അടുക്കും. അത് ഏറ്റവും പ്രധാനമായ സംഗതി. ഉപവാസ പ്രാർത്ഥന ഇതെല്ലാം ക്രമീകരിക്കപ്പെട്ടോണം. ഒരു കാരണവശാലും അവിശ്വസ്തത കാണിക്കരുത്. അത് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. ഓക്കെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരിടപാടിലേക്കും പോകാൻ പാടില്ല. ദാമ്പത്യ ജീവിതം സുതാര്യമാകണം. പരസ്പരമുള്ള ബന്ധങ്ങൾ സുതാര്യമാകണം. പകൽ ഞാൻ പറഞ്ഞതുപോലെ അമ്മയും അപ്പനെ ഒന്നും വേദനിപ്പിക്കാതെ, വല്യപ്പച്ചനും വല്യമ്മച്ചും ഒന്നും വേദനിപ്പിക്കാതെ അവരോടൊക്കെ ഉള്ളതായിരിക്കുന്ന സൗഹൃദങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന് സന്തോഷമാണ്. മനസ്സിലാകുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്. എഫേസ്യ ലേഖനം 6 അധ്യായങ്ങളിലും എന്തോ പറയുന്നുണ്ട്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ച് പറയുന്നു. അതിൽ ഭാര്യാഭർത്തൃബന്ധം വ്യക്തമാക്കിയിട്ട് പറയുന്നു. ഭാര്യമാരെ, പിന്നെ ഭർത്താക്കന്മാരെ. 6-ാം അധ്യായം 1-ാം വാക്യം മക്കളെ. മക്കളെ എന്നുള്ളതിനകത്ത് ആരൊക്കെയുണ്ട്? മകളും ഉണ്ട്, പിന്നെ മകനും ഉണ്ട്. ഓക്കെ, 4-ാം വാക്യം പറയുന്നു പിതാക്കന്മാരെ, മാതാക്കളെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നില്ലാത്ത മാതാപിതാക്കളാണെങ്കിൽ പിന്നെ അവരെ ഓർത്ത് നിങ്ങൾ കരയേണ്ടി വരും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അവരറിയാതെ തന്നെ നിങ്ങൾ കരയുമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പുഷ്ടി പ്രാപിച്ചോളൂ. സ്തോത്രം.
മാർക്ക് കുറവായി കുഞ്ഞിന്റെ നേരെ തുടുപ്പും കൊണ്ട് ചാടരുത് ചുമ്മാതെ. അങ്ങനെയൊക്കെ ചില മമ്മിമാരുണ്ട്. മാർക്ക് കുറഞ്ഞു പോയാൽ ഭയങ്കര പ്രശ്നമാണ്. കൊച്ചിന്റെ പ്രോഗ്രസ് കാർഡ് എടുത്ത് നോക്കി, മാത്സിന് 46 മാർക്ക്. എത്ര വേണം? മമ്മിയുടെ വാശി അനുസരിച്ച് എത്ര വേണം? 50 വേണമെന്നാ. ഓ, എന്നാ നിർബന്ധമെന്നറിയോ? 46 മാർക്ക് വാങ്ങി, മാത്സിന് 46 മാർക്ക് വാങ്ങിച്ച് കൊച്ചിനെ പിടിച്ചു നിർത്തി അഭിനന്ദിക്കേണ്ടതിന് പകരം ബാക്കി 4 എന്ത് ഇടിയും. കൊച്ചം കൊണ്ട് വട കഴിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. നീ ചായ കുടിക്കേണ്ട, വട കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് 2-3-4 പദങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്നും പ്രസംഗത്തിൽ പറയാൻ പറ്റത്തില്ല. തള്ളയുടെ ആ ആവേശം കൊണ്ടാണ് 4 മാർക്കും കൊണ്ട് കളഞ്ഞിട്ട് വന്നിരിക്കുന്നു. വട തന്നെ പോകണം, കാണുന്നത് എനിക്കെന്നൊക്കെ പറഞ്ഞു. തള്ള തല്ലുവെന്നായപ്പോൾ ഓടി അപ്പനെ ചെന്ന് വട്ടം കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പപ്പ ക്ലാസ്സിൽ ഞാനാ ടോപ്പ്, 46 ഉണ്ട് പപ്പ, എനിക്ക് വേറെ ആർക്കും ഇല്ല ഇത്രയും. ടീച്ചർ എന്നെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. മമ്മി തന്നെ തന്നെ വരുന്നു, പപ്പ പ്ലീസ് എന്നും പറഞ്ഞ് അപ്പൻ്റെ പുറകിലോട്ട് മാറി. അപ്പോഴേക്കും അടുക്കളയിൽ ഒരു മഹോദരൻ വന്നു, തുടുപ്പൊക്കെ ആയിട്ട്. അപ്പൊ പറഞ്ഞ 46 ഇല്ലേ, പിന്നെ എന്നാ കുഴപ്പമില്ല, കുഞ്ഞ ക്ലാസ്സിൽ ടോപ്പ്. അവിടെ വിളിച്ചിട്ട് താങ്ക്സ് പറയുന്നതിന് വരെ തല്ലം വരികയാണോ? അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇവരുടെ അവസാനത്തെ ഒരു ആയുധമുണ്ട്. അത് സ്കട്ട് മിസൈലിനേക്കാൾ ഭയങ്കര ആയുധമാണ്. ആയുധം എന്താണെന്നറിയാമോ? അടിക്കാൻ പറ്റിയില്ല എന്നുള്ളത്, തന്റെ വരവ് വൃതാവായി പോയി എന്നുള്ളത് കൊണ്ട് ആ പ്രതികാരം തീർക്കാൻ അവസാനത്തെ ഒരു വാക്ക്, ഒരു വാചകം, അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലേ, പിന്നെ എങ്ങനെ ശരിയാവും? അതോടെ പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് എന്നാ സമാധാനമായെന്നറിയാം. ആ പുള്ളിയുടെ ആദ്യത്തെ കുടിയിലേ അല്ല, ഇവര് തമ്മിലുള്ള കുടിയിലെയാ. എന്നാലും 4 മാർക്ക് കുറഞ്ഞപ്പോ ഏത് കുടിയിലെയായി? ഏതോ കുടിയിലെയായി മാറി. കഴിഞ്ഞ പ്രാവശ്യം 50 മാർക്ക് വാങ്ങിച്ചപ്പോ ഇതേ തള്ള പറഞ്ഞതാ, എന്റെ അല്ലേ മോള്, എന്റെ മോള് വാങ്ങിക്കുമെന്നാണ്. മനസ്സിലായില്ലേ? കൊച്ചുങ്ങളെ നേരെ വെറുതെ ഇങ്ങനെ യുദ്ധമൊന്നും ഉണ്ടാക്കരുത്. കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോഴാണ് എനിക്ക് SMS അയക്കാൻ തുടങ്ങി അല്ലേ. ഇങ്ങനെ കൊണ്ട് പറഞ്ഞു കോഡ് പാസ്തങ്ങളെ എന്ന് അവർ പറയുന്നത്. യെസ്. അപ്പൊ തള്ള തല്ലാൻ പറ്റാഞ്ഞതിന് തിരിച്ചു കയറി പോയപ്പോ മോള് ചോദിച്ചു, പപ്പ 46 മാർക്ക് വാങ്ങിച്ചിട്ടും 4 മാർക്കുമായിട്ട് മമ്മിക്ക് എന്താ പപ്പ ഇത്ര വലിയ താല്പര്യം? 46 മാർക്ക് വാങ്ങിച്ച എന്നെ ഒന്ന് അനുമോദിക്കുന്നതിന് പകരം എന്നെ തല്ലാൻ വന്ന എന്താ പപ്പ? ചുറ്റുപാട് നോക്കി പുള്ളിക്കാരി കയറിപ്പോയെന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ഭർത്താവ് പറയുകയാണ്, അതൊരു രഹസ്യം മോളെ, അത് ഞാൻ പറയാം, നീ ഒരിക്കലും മമ്മിയോട് പറയില്ലല്ലോ. പറയത്തില്ലെന്ന് ഉറപ്പ് കിട്ടിയപ്പോൾ പപ്പ പറഞ്ഞു, മമ്മിക്ക് മാത്സിന് ആകെ കിട്ടിയതായി 4 മാർക്ക്, അത് എന്ത് ചെയ്യുന്ന എനിക്ക് മനസ്സിലായോ? നമുക്ക് എത്ര മാർക്കൊക്കെ നമ്മൾ വാങ്ങിച്ചെന്നുള്ളത് നമുക്ക് അറിയാലോ സത്യമായിട്ട്. അതുകൊണ്ടാണ് SLC ബുക്ക് ഇന്ന് വരെ പിള്ളേരെ കാണിച്ചിട്ടുണ്ടോ? എൻ്റെ SLC ബുക്ക് ഇതാടി എന്ന് പറഞ്ഞ് എന്ത് കാണിച്ചിട്ടുണ്ടോ? ഇല്ല. അത് എവിടെയോ കൊണ്ട് പാത്ത് വെച്ചേക്കുക. അവര് മക്കളെ കണ്ടിട്ടില്ലെന്നൊക്കെയാണ് നമ്മുടെ വിചാരം. അവരുടെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് സഹിതമുണ്ട്, അറിയാമോ? ഇനിയും വേറെ കാണിച്ചാൽ അവരത് എടുത്തു വെച്ച് കാണിക്കും. നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്തതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നല്ലതാണ്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചോണം. അവരെ തല്ലാനും പിടിക്കാനൊന്നും നിൽക്കരുത്. അതിനാ എഫേസ്യ ലേഖനം പറയുന്നത്, പിതാക്കന്മാരെ, മാതാക്കളെ, നിങ്ങളുടെ മക്കളെ എന്തോ ചെയ്യരുത്, കോപിപ്പിക്കരുത്. ആവശ്യമില്ലാത്ത മറ്റുള്ള കുഞ്ഞുങ്ങളുമായിട്ട് സഞ്ജുവിനും മഞ്ജുവിനും സച്ചുവിനും ഒക്കെ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. നമ്മുടെ കുഞ്ഞൊരു വെറൈറ്റി ആണെന്ന് ചിന്തിക്കുക ആദ്യം. നിങ്ങൾ നൊന്ത് പെറ്റ കുഞ്ഞ് ഒരു വെറൈറ്റിയാണ്. അവരുടെ ബുദ്ധി, അവന്റെ വിവേകം, അവന്റെ ആവിഷ്കാര ഭംഗിയൊക്കെ വളരെ മികച്ചതായി വരും. വേറെ ഒരു കുഞ്ഞുമായിട്ട് എന്തോ ചെയ്യരുത്, താരതമ്യം ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. അത് തന്നെ അവരുടെ ബുദ്ധിമണ്ഡലത്തെയും അവരുടെ വ്യക്തിത്വത്തെയും ഇല്ലാതെയാക്കും. ഓക്കെ, അല്ല ഇതൊക്കെ കേട്ടിട്ട് സൂചിക്കുന്നുണ്ടോ? ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് ഈ പുള്ളി ഗോലിയാത്തിനെ വല്ലതും പ്രസംഗിക്കാനുള്ളത് ഇതെന്തോ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എല്ലാവരും വരുന്നവരെല്ലാം ഗോലിയാത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതൊക്കെ പിന്നെ പറയാൻ ഒരാൾ വേണ്ടേ? അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിനകത്ത് ഏറ്റവും ഭംഗിയാറുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ അമിതബലം കർത്താവ് തന്നെ. 5-ാം വാക്യം, ദാസന്മാരെ എന്ന് വിളിക്കുന്നതിനകത്ത് ദാസ്യമാരെ എന്നുമുണ്ട്. 9-ാം വാക്യം, 6-ന്റെ 9-ാം വാക്യത്തിൽ യജമാനന്മാരെ എന്ന് വിളിക്കുന്നിടത്ത് ആരും കൂടെ ഉണ്ട്, യജമാനത്തിമാരും കൂടെയുണ്ട്. അപ്പം ഭാര്യ നന്നാകണം, ഭർത്താവ് നന്നാകണം, മകൾ നന്നാകണം, മകൻ നന്നാകണം, പിതാവ് നന്നാകണം, മാതാവ് നന്നാകണം, ദാസൻ നന്നാകണം, ദാസി നന്നാകണം, യജമാനൻ നന്നാകണം, യജമാനത്തിൽ നന്നാകണം. ഇവര് നന്നായാൽ അതിനൊടുവിൽ എന്തോ തരാം? ഓ, കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അമിതബലത്തിന് വേണ്ടി? അമിതബലത്തിന്റെ വ്യാപാരം. സ്തോത്രം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും. 1:19 നമുക്ക് ഒന്നുകൂടെ പോയിട്ട് തിരിച്ചിവിടെ 6:10 വരാം. 1:19 വായിച്ച്, വിശ്വസിക്കുന്നവർ അടിയിൽ വര കൊടുക്കേണ്ട ഒരു പദം ഞാൻ പറയാം, വ്യാപരിക്കുന്ന. നമുക്ക് വേണ്ടി എന്തോ ചെയ്യുന്നു? വ്യാപരിക്കുന്ന ആത്മശക്തി. ഉപവാസപ്രാർത്ഥനയുടെ 20-ാമത് രാത്രിയിൽ ദൈവശക്തി വ്യാപരിക്കുന്നത് പ്രാപിച്ചോണ്ടേ പോകാവൂ.
ആത്മശക്തി വ്യാപരിക്കുന്നത് 3 മേഖലകളിലാണ്. 1, 2, 3 കുറിച്ചോണം. 1, 2, 3 മേഖലകളിലാണ് ആത്മശക്തി വ്യാപരിക്കുക. 1 നമ്മുടെ മേൽ വ്യാപരിക്കുന്നു, 2 നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നു, 3 നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നു. ഓക്കെ, ഒന്നാമത് എവിടെ വ്യാപരിക്കുന്നു? മേൽ വ്യാപരിക്കുന്നു. വായിച്ച 1 ശമൂവേൽ 10:10 വാക്യം. 1 ശമൂവേൽ 10:10 10:10 ഫസ്റ്റ് ശമൂവേൽ 1 ശമൂവേൽ 10:10. അവർ ഗിരിയിലെത്തിയപ്പോൾ ഒരു പ്രവാചകഗണം ഇതാ അവനെതിരെ വരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. ദൈവത്തിന്റെ ആത്മാവ് എവിടെ വന്നു എന്നാ? അവന്റെ മേൽ വന്നു. ആരാ പുള്ളി ഇവിടെ? ശൗല. ശൗലിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. വായിപ്പിക്കാൻ നേരമില്ല എല്ലാ വാക്യങ്ങളും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടാം. ശിംശോന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. ദാവീദിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. യെഹെസ്കേലിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. പഴയ നിയമത്തിലുള്ളവരുടെ എല്ലാം മേൽ എന്തോ വന്നു? അപ്പൊ ആത്മാവ് മേൽ വരുന്നൊരു കാലഘട്ടം, മേൽ വന്ന വ്യക്തികൾ ഉണ്ടായിരുന്നു. ശൗലിന്റെ മേൽ ആത്മാവ് വന്നു, ശൗലത്തിനെ കൊണ്ട് കളഞ്ഞു. ശിംശോന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ സിംഹത്തെ കീറിയതാ. പക്ഷേ ദലീലയുടെ മടിയിൽ ഉറങ്ങിയപ്പോൾ ആത്മശക്തി എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. ദാവീദിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്ന് പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്തു. പക്ഷേ ഊരിയാവിന്റെ ഭാര്യയുമായിട്ടുള്ള അവിഹിത ബന്ധത്തിൽ ആത്മശക്തി എന്ത് ചെയ്തു പോയി? അപ്പൊ മേൽ പ്രാപിച്ച ആത്മാവ് ഓരോരുത്തരും എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതുകൊണ്ടാണ് അടുത്തൊരു വാക്യം വായിച്ച് യെഹെസ്കേൽ പ്രവചനം 36:27 വാക്യം. യെഹെസ്കേൽ 36:27. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. ഇതുവരെ ഞാൻ പകർന്നു കൊടുത്തത് എവിടെയായിരുന്നു? മേലായിരുന്നു. കണ്ടില്ലേ? ഇനി ഞാൻ എന്റെ ആത്മാവിനെ, അപ്പൊ മേൽ കൊടുത്തവരെല്ലാം അത് വഴി കൊണ്ട് കളഞ്ഞത് കൊണ്ട് ദൈവം തന്റെ വ്യവസ്ഥ മാറ്റിയിട്ട് പറയുന്നു, എന്റെ ആത്മാവിനെ ഇനി നിങ്ങളുടെ മേലല്ല, പിന്നെ എവിടെ തരും? ഉള്ളിലാക്കും. ആ ഉള്ളിലാക്കും എന്ന് പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് പുതിയ നിയമസഭ. കൃപാസനം എന്ന് പറയുന്നത്, പെന്തക്കോസ്ത് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ മേലല്ല ആത്മാവിനെ തന്നത്, പിന്നെ എവിടെയാ? ഉള്ളിലാണ് തന്നത്. മേൽ വാങ്ങിച്ചവരൊക്കെ ഇത് കളഞ്ഞു, ഉള്ളിൽ തരും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4:7 വായിച്ച. 2 കൊരിന്ത്യർ 4:7, 2 കൊരിന്ത്യർ ലേഖനം 4:7 പുസ്തകം തുറക്കാതെ വായിക്കുന്നതാ. എങ്കിലും ഈ ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് പാത്രങ്ങളിൽ, നോട്ട് അപ്പോൺ ദ പോട്ട് ബട്ട് ഇൻ ദ പോട്ട്. പാത്രങ്ങളുടെ മേലല്ല, പിന്നെ എവിടെ പകർന്നിരിക്കുന്നു? എങ്ങനെയുള്ള പാത്രം? സ്റ്റീൽ പാത്രമല്ല, തങ്കപാത്രമല്ല, അലൂമിനിയം പാത്രം, താമ്രപാത്രമല്ല, പിന്നെ ഏത് പാത്രം? മൺപാത്രത്തിന്റെ പ്രത്യേകത. അപ്പൊ വലിയ നിക്ഷേപം എവിടെ തന്നിരിക്കുന്നു? മൺപാത്രം. മൺപാത്രത്തിന്റെ പ്രത്യേകത എന്താ? ഇതിലേതെങ്കിലും വന്ന് മുട്ടിയാൽ ഇത് പൊട്ടും, ഇത് വേറെന്തെങ്കിലും ചെന്ന് തട്ടിയാൽ പൊട്ടും. അപ്പൊ എപ്പോ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു പാത്രത്തിലാണ് ഈ വലിയ നിക്ഷേപം തന്നിരിക്കുന്നത്. അപ്പൊ ഇത് പൊട്ടിപ്പോകാതെ കാക്കേണ്ട ചുമതല നമ്മുടേതാണ്. അത് പൊട്ടിപ്പോകാതെ കാക്കാനുള്ള ആർജവത്വത്തിനാണ് 20, 21, 40, 41 ഒക്കെ നമ്മൾ ഉപവസിക്കുന്നത്. ഉപവാസം വെറുതെ ഫാഷൻ അല്ല. ഉപവാസം ഉപദേശമാരുടെ കയ്യിൽ കുറെ കാശ് കിട്ടിയതിന്റെ ചെലവ് കാണിക്കാൻ വേണ്ടിയല്ല. ഉപവാസം എന്ന് പറഞ്ഞ എന്റെ മൺപാത്രം പൊട്ടാതെ കാക്കണേ കിടക്കണം. ഒരൊറ്റ വാട്സപ്പ് മെസ്സേജ് മതി മൺപാത്രം പൊട്ടിപ്പോകാൻ. ഒരൊറ്റ ചിരി മതി മൺപാത്രം പൊട്ടിപ്പോകാൻ. ഒരൊറ്റ ദാനധർമ്മം മതി മൺപാത്രം പൊട്ടിപ്പോകാൻ. അവസരത്തിന്റെ ആനുകൂല്യമായിരിക്കുന്ന ഒരിടപാട് മതി മൺപാത്രം എന്ത് ചെയ്തു പോകാം? ധാർമ്മികത പൊട്ടിപ്പോകാം, സാൻമാർഗിക ബോധം ഇല്ലാതെയായി പോകാം. മനസ്സിലായില്ലേ? അത് വരാതെ ഓർത്തോണം, ഇത് താമ്രപാത്രമല്ല, പിന്നെ ഏത് പാത്രമാണ്? മൺപാത്രമാണ്. മൺപാത്രത്തിന്റെ പ്രത്യേകത എന്തോന്ന് പറ? ഒരു പ്രത്യേകതയില്ല, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ്. അല്ലാതെ വളരെ കാര്യമായൊരു പ്രത്യേകതയുണ്ട് മൺപാത്രത്തിന്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പറ, മൺപാത്രത്തിന്റെ പ്രത്യേകത എന്താ? മമ്മിമാര് പറ, ആന്റിമാര് പറ, അടുക്കളക്കാര് പറ, മൺപാത്രത്തിന്റെ പ്രത്യേകത എന്തുവാ? ഒത്തിരി പ്രോസസ്സ് കഴിഞ്ഞ മൺപാത്രം ആകുന്നത് അല്ലേ? മണ്ണുകൊണ്ട് കുഴച്ച് കുശവനതിനെ പരുവമാക്കി, പിന്നെ ഉലയിൽ വെച്ച് കറക്കി അതിനെ രൂപപ്പെടുത്തി, തന്റെ മനസ്സിലെ രൂപം അതിലേക്ക് വരുത്തി, തന്റെ മനസ്സിലെ ഡിസൈൻ അതിനകത്ത് വരുത്തി, അത് കഴിഞ്ഞ് ചൂളയിലെടുത്ത് വെച്ച് കത്തിച്ച് ചുട്ടെടുത്ത് ഇങ്ങോട്ട് വരുന്നു. ചൂളയിലേക്ക് എടുത്ത് വെക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുശവൻ തന്റെ ചക്രത്തിൽ പണിത പത്രങ്ങൾ ഒരു 10 എണ്ണം ഉണ്ടെങ്കിൽ 10 എണ്ണം കൊണ്ട് നിരത്തി വെക്കുന്നത് 10 ഇടങ്ങളിലാണ്, തമ്മിത്തൊടാതെയാണ്. ചക്രത്തിൽ നിന്ന് പുറത്തോട്ട് വന്ന പാത്രം തമ്മിത്തൊട്ട് പോയാൽ ആ തൊടുന്ന ഭാഗം കൊണ്ട് ചളങ്ങും. മനസ്സിലായില്ലേ? എന്നിട്ട് ഇത് ഓരോന്നുമാണ് എവിടെ എടുത്ത് വെക്കുന്നത്? ചൂളയിലേക്ക്. പക്ഷേ ചൂളയിൽ നിന്ന് ഇറങ്ങിയ പാത്രത്തെ വെക്കുന്നത് ഒന്ന് കൊണ്ട് വെച്ചിട്ട് അതിന്റെ പുറത്താണ് വെക്കുന്നത്. ഏറ്റവും അടിയിലിരിക്കുന്ന പാത്രത്തിന് എത്ര എണ്ണത്തെ വഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്? വിവിധ പ്രോസസ്സുകളിലൂടെ, പറഞ്ഞത് കറക്റ്റാണ്, വിവിധ പ്രോസസ്സുകളിലൂടെ വന്നതാണ് ഏത്? മൺപാത്രം. എന്നാലും ഇത് പൊട്ടാം. മൺപാത്രത്തിന് വേറൊരു പ്രത്യേകത പറ, സയന്റിഫിക്കലായിട്ട് വേറൊരു പ്രത്യേകത പറ. മൺപാത്രത്തിന് വേറൊരു പ്രത്യേകത,
അലൂമിനിയം പാത്രത്തിൽ ഇട്ട് വെക്കുന്ന ആ സാധനത്തിന് കുറെ കാലം കഴിയുമ്പോൾ ആൽക്കലോയിഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിട്ട് ആ ഇട്ടുവെച്ച സാധനത്തിന്റെ രൂപം മാറുകയോ ഗുണം മാറുകയോ ഒക്കെ ചെയ്യാം. ഇരുമ്പ് പാത്രത്തിൽ തുരുമ്പുണ്ടാകാം, പിച്ചള പാത്രത്തിൽ ക്ലാവ് ഉണ്ടാകാം, മനസ്സിലായില്ലേ? പക്ഷെ ഇട്ടുവെക്കുന്ന സാധനം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ സൂക്ഷിക്കുന്ന മൺപാത്രം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കളിമൺ ഫലകങ്ങൾ കേട്ടിട്ടുണ്ടോ? പുരാവസ്തു ഗവേഷകരെ കണ്ടെടുത്ത വിലപ്പെട്ട സംഗതികളൊക്കെ എവിടെ ഇരുന്നിട്ടിരുന്നേ? മൺപാത്രങ്ങളിലായിരുന്നു. ഗലീല ചുരുളുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? പുരാവസ്തു, ബൈബിൾ പുരാവസ്തു, ആർക്കിയോളജി പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റും. ഭൂമിയിൽ നിന്ന് തോണ്ടിയെടുത്ത കൽഭരണികൾ, മൺഭരണികൾ, അതിനകത്തായിരുന്നു വിലപ്പെട്ട രേഖകൾ. മോഹൻജദാരോ ഹാരപ്പ സംസ്കാരത്തിൽ അവർ കണ്ടെടുത്തതെല്ലാം കളിമണ്ണുമായി ബന്ധപ്പെട്ട പാത്രങ്ങളിലാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയും കൂടെ ഒരു തെളിവുണ്ട്, ഒരു വിശേഷതയുണ്ട്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് മൺപാത്രത്തിൽ തന്നിരിക്കുന്നത് ഏറിയ കാലം നിൽക്കാനാണ്. ഏറിയ കാലം നിൽക്കാൻ, ഏറിയ കാലം നിൽക്കാൻ. സ്തോത്രം. പക്ഷെ ഏറിയ കാലം നിർത്തുക, ആ ഏറിയ കാലത്തിന്റെ ദൂരം എത്രയാണെന്നറിയാമോ? ഏറിയ കാലം എന്ന് പറയുന്ന ദൂരപരിധി എത്രയെന്നറിയാമോ? ആത്മശക്തിയെ പ്രാപിച്ചത് മുതൽ പുനരുദ്ധാനം വരെയാണ്, അല്ലെങ്കിൽ പുനരാഗമനം വരെ. ആ ഏറിയ കാലം എന്ത് ചെയ്യണം? നിൽക്കണം. പാത്രം പൊട്ടിപ്പോകാതെ കാക്കണം. ഈ 20 ദിവസത്തെ പ്രാർത്ഥനയിൽ പാത്രത്തിന് പകരുന്ന, കരുത്ത് പകരുന്ന പ്രാർത്ഥനകളും ആരാധനകളുമായിരുന്നെങ്കിൽ നാളെയുടെ നിങ്ങളിൽ ഇത് പൊട്ടിപ്പോയി എന്ന് കേൾക്കരുത്, ഇത് നിലനിൽക്കുന്നു എന്ന് കേൾക്കാനിടയാകും. ചില ദൈവദാസന്മാരെ കുറിച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ കേൾക്കുന്ന പുള്ളി ഇപ്പൊ കൃപയിൽ ഇല്ലെന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പാത്രം പൊട്ടിപ്പോയതാ കാര്യം. കത്തി നിൽക്കുന്ന പ്രവാചകന്മാര്, കത്തി നിന്ന പ്രഭാഷകരും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കൃപയിലില്ലെന്ന് കേൾക്കുന്നത് പാത്രം എന്ത് ചെയ്തു പോയി? ഭയത്തോടെ ഞാൻ പറയാം, ഭയത്തോടെ പറയാം, ഈ പാത്രത്തിനൊരു ദോഷം വരാതെ കാക്കണം. എന്നേക്കും ഇരിക്കേണ്ടതിന് ദൈവം തന്നിരിക്കുന്നതാണ് ഈ പാത്രം. നിയമവിരുദ്ധ ലൈംഗികത കൊണ്ടോ, ആഭാസത്തരങ്ങൾ കൊണ്ടോ, വൃത്തികേടുകൾ കൊണ്ടോ, ആഘോഷങ്ങൾ കൊണ്ടോ, ആർഭാടങ്ങൾ കൊണ്ടോ, ആഡംബരങ്ങൾ കൊണ്ടോ ഈ പാത്രത്തിന് എന്തോ വരരുത്, കേടുപറ്റാൻ പാടില്ല. അതാണ് ഇതിന്റെ വസ്തുത. പാത്രം നന്നാകണം എപ്പോഴും. നാം എന്ന പാത്രത്തെ നന്നായി, ഇത് ഹീനപാത്രമാകരുത്, അവസാനം വരെ മാനപാത്രമായിരിക്കണം. മനസ്സിലായില്ലേ? കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. പഴയ നിയമത്തിൽ ആത്മാവിനെ പകരുന്നത് ഭാഗികമായിട്ടായിരുന്നു, മേലായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ ആത്മാവിനെ എങ്ങനെ തരാമെന്ന? ഉള്ളിൽ തരാം. മേലല്ല, പിന്നെ ഉള്ളിൽ തരാം. ഉള്ളിൽ തരാം. ഉള്ളിൽ തരിക മാത്രമല്ല, വേറൊരു വിശേഷത കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നു. രണ്ടുപേരുടെ ഇടയിൽ, പാസ്റ്ററുടെ വിശ്വാസിയുടെ ഇടയിൽ ആത്മാവ് വ്യാപരിക്കുന്നു. എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ എന്നൊരു വാക്യം കണ്ടിട്ടുണ്ടോ? വാക്യം കണ്ടിട്ടുണ്ടോ എന്ന് മാത്രം ചോദിക്കരുത്, പറഞ്ഞുകൊണ്ട് നിന്നാൽ മതി. ഞങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന റഫറൻസ് പറഞ്ഞാൽ വായിച്ചു തരാം എന്നൊക്കെയുള്ള സന്തോഷത്തില്ല. വാക്യങ്ങളല്ലാതൊന്നും ഞങ്ങളായിട്ട് പറയത്തില്ലെന്നുള്ള തീരുമാനത്തില്ല. സ്തോത്രം, സന്തോഷമാണ്. ഹഗ്ഗായി പ്രവചനം 2:5 വാക്യം നോക്കിക്ക്. മോനെ, ഹഗ്ഗായി എവിടെ താമസിക്കുന്ന അറിയാവോ? ഹഗ്ഗായുടെ വീട്ടിലോട്ടുള്ള വഴി പെട്ടെന്ന്. ഹഗ്ഗായി 2:5 വാക്യം. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പീൻ. പിന്നെ എന്റെ ആത്മാവ് നിങ്ങളിൽ അല്ല, നിങ്ങളുടെ മേൽ അല്ല, പിന്നെ നിങ്ങളുടെ ഇടയിൽ. എഗസ്കേലിലൂടെ ദൈവാത്മാവ് പറഞ്ഞു, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. മനസ്സിലായോ? ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. ഇപ്പോൾ ഹഗ്ഗായി പറയുകയാണ്, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ. അത് വളരെ ഗൗരവമായ കാര്യമാണ്. ആത്മാവ് നമ്മുടെ ഇടയിൽ. ഈ കട്ട പണിയുമ്പോൾ കണ്ടിട്ടുണ്ടോ? 2 കട്ടകൾ. ദേ നോക്കിക്കേ, 2 കട്ടകൾ തമ്മിൽ ചേരുന്നിടത്ത് എന്തോ വെച്ചിട്ടുണ്ട്? ചാന്ത് വെച്ചിട്ടുണ്ട്. 2 കട്ടകൾ എവിടൊക്കെ ചേർന്ന് വരുന്നോ അവിടെ എല്ലാം ചാന്തിട്ട് ഉറപ്പിക്കുന്നുണ്ട്, സൈഡിലും മുകളിലും ഒക്കെ ആയിട്ട്. അങ്ങനെയല്ലേ മേശിരി പണിത് പോകുന്നത്. അങ്ങനെ പണിതില്ലെങ്കിൽ ഈ ഭിത്തിക്ക് ബലം ഉണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ ദൈവസഭ എന്ന് പറയുന്ന ഗ്രഹനിർമ്മാണം, ദൈവസഭ എന്ന് പറയുന്ന കൂടാര നിർമ്മാണം, ദൈവസഭ എന്ന് പറയുന്ന നിവാസ നിർമ്മാണം, നമ്മളെ ഓരോരുത്തരും ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നമ്മൾ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ എന്തോ ചെയ്യുന്നു? പണിയപ്പെടുകയാണ്. ആ പണിയപ്പെടുമ്പോൾ ഓരോ കല്ലിനും ഇടയിൽ എന്തോ ഉണ്ട്? ചാന്തിന് പകരം ആത്മാവുണ്ട്. അപ്പൊ നമ്മളെ ഇതിനകത്ത് യോജിപ്പിക്കുന്നത് മറ്റാനും അളിയനും എന്നുള്ള രീതിയിലല്ല, ആ ബന്ധത്തിലല്ല. പിന്നെ ആരാ? ആത്മബന്ധത്തിലാണ് നമ്മളെ ചേരുന്നത്. ഇതിനകത്ത് ജാതിയോ മതമോ നിറമോ കുലമോ കുടുംബമോ ഇല്ലാതെ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് പണിയുന്നു. അത് ആത്മാവിന്റെ ഐക്യതയാണ്. എത്ര പേര് ഐക്യത സൂക്ഷിക്കും? ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ കൂടുതൽ ഐക്യമായിക്കോണം. അവരുടെ വേദന നമ്മുടെ വേദനയാകണം. മനസ്സിലായോ? അവരുടെ ഞെരുക്കം നമ്മുടെ ഞെരുക്കമാകണം. അവരുടെ ഇല്ലായ്മ നമ്മുടെ ഇല്ലായ്മയാകണം. അന്വേഷിക്കണം, കൂടെ എങ്ങനെയുണ്ട്, എന്തോ ഉണ്ട് എന്നൊക്കെ അന്വേഷിക്കണം. മനസ്സിലായില്ലേ? വിളിച്ചു ചോദിക്കണം. ഒരു ദിവസം പോലും പരസ്പരം സംസാരിക്കുന്നില്ല എന്ന് വരരുത്. ഉറപ്പാക്കണം.
കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. കാണാതിരുന്നാൽ നമ്മൾ സ്വയം അങ്ങ് തീരുമാനം പനി വല്ലതും ആയിരിക്കും, നമ്മൾ അന്വേഷിച്ചൊന്നുമില്ല. 2 ആഴ്ചയായി സഭായോഗത്തിന് വരാതിരിക്കുന്ന ഒരാളിനെ നമ്മൾ തീരുമാനിക്കുക പനി വല്ലതും ആയിരിക്കും, അതുകൊണ്ടാണ് വരാത്തത്. ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നതുകൊണ്ട് പോയില്ല. അവർ ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് പനിയേക്കാൾ ഏതാണ്ട് കടുത്ത അവസ്ഥയിലായിരുന്നു അവർ. അയ്യോ അറിഞ്ഞില്ലല്ലോ, ഒന്ന് വിളിക്കണ്ടായിരുന്നോ? ആരും വിളിച്ചൊന്നും പറയത്തൊന്നുമില്ല. നമ്മളെന്തോ ഇതേ പറ്റുള്ളൂ, അന്വേഷിച്ചേ പറ്റുള്ളൂ. വലത് കൈയുടെ അവസ്ഥ ആരറിയണം? ഇടത് കൈ അറിയണം. വലത് കണ്ണിന്റെ കുഴപ്പം ഇടത് കണ്ണിന് അറിയാൻ പറ്റണം. ശരീരത്തിന്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ആത്മാവിന്റെ ഐക്യം സൂക്ഷിച്ചേ പറ്റൂ. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? അപ്പൊ ആത്മാവ് മേൽ ഒരു കാലത്ത്, ആത്മാവ് ഉള്ളിൽ ഇപ്പോൾ. ഉള്ളിൽ പ്രാപിച്ച ആത്മാവ് നമ്മുടെ ഇടയിൽ എന്തോ ചെയ്യണം? അമ്മാവിയമ്മയുടെ മരുമകളുടെ ഇടയിൽ ആത്മാവ് വ്യാപരിച്ചാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നാത്തൂന്റെ ഇടയിൽ ആര് വ്യാപരിക്കണം? ആത്മാവ് വ്യാപരിക്കണം. അളിയന്റെ ഇടയിൽ ആര് വ്യാപരിക്കണം? അതൊക്കെ പറയുമ്പോൾ എഴുന്നേറ്റ് പോകുന്ന കാര്യം എന്താ? ആത്മശക്തി നമ്മുടെ ഇടയിൽ വ്യാപരിക്കണം. ഈ 3 വ്യാപാരത്തിന്റെ വാക്യങ്ങൾ മറന്നു പോകരുത്. ഏതാ? 1 മേൽ, 2 ഉള്ളിൽ, 3 ഇടയിൽ. ഓക്കെ, ഇത് 3 കൂടെ ഒരുമിച്ച് പറയുന്ന ഒരു വാക്യഭാഗം കൂടെ കണ്ടേ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ച അപ്പോസ്തലപ്രവൃത്തി 2-ന്റെ 1 മുതൽ 4 വരെ. ഒരു സ്ഥലത്ത് ഒന്നിച്ച്, ഒരു മനസ്സ്, ഒരുപോലെ എന്നൊക്കെയുള്ളത് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിന്റെ പ്രാധാന്യമായ പദങ്ങളാണ്. പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാരം എന്ന് പറയുന്ന ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം കൊടുത്തിരിക്കുന്ന പദങ്ങളാണ് ഒന്നിച്ച്, ഒരിടത്ത്, ഒരുമനപ്പെട്ട്, ഒരുപോലെ, ഒരിടത്ത് എന്നൊക്കെയുള്ള പദങ്ങൾ. ആത്മാവിന്റെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, വായിച്ചാണ്ടി. അടുത്തത് മേൽ പതിഞ്ഞു. ശ്രദ്ധിക്കണം, ആദ്യം അത് എന്ത് ചെയ്തു? മേൽ പതിഞ്ഞു. അടുത്തത് എല്ലാവരും നിറഞ്ഞവരായി. അപ്പൊ മേൽ പതിഞ്ഞത് എന്ത് ചെയ്തു? അവരിൽ നിറഞ്ഞു. ഓക്കെ, അടുത്തത് മതി. അതിന്റെ തൊട്ട് മുകളിൽ ഓർഡർ ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചരിത്രം പറയുമ്പോൾ ഡോക്ടർ ലൂക്ക് അത് അങ്ങനെ എഴുതിയിരിക്കുന്നു. അവരുടെ മേൽ പതിഞ്ഞു, അവരിൽ നിറഞ്ഞു. അതിനു മുമ്പ് പറയുന്നുണ്ട് അവരിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അവരുടെ മേൽ പതിഞ്ഞത് അവരിൽ നിറഞ്ഞിട്ട്, വീട് നിറയ്ക്കണമെങ്കിൽ അവരിൽ നിറഞ്ഞിട്ട് അത് പുറത്തോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴുകിയിട്ടുണ്ട്. 120 പേരും ഈ ആത്മനദിക്കകത്ത് ബന്ധിക്കപ്പെട്ടു. അവരുടെ ഇടയിൽ വിഭാഗതയില്ല, കിറുകിറുപ്പില്ല. അവരുടെ ഇടയിൽ സ്വാർത്ഥതയില്ല, സ്പർദ്ധയില്ല, പിണക്കമില്ല, വിരോധമില്ല, വിദ്വേഷമില്ല, വിഭാഗികതയില്ല. കാരണം ആത്മാവിൽ അവരെല്ലാവരും ഒന്നായി മാറി. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇത് തന്നെയാണ് വേണ്ടത്. വെറുപ്പും വിദ്വേഷവും എല്ലാം വിട്ടുകളഞ്ഞിട്ട് ഒന്നാകണം ദൈവസന്നിധിയിൽ. അങ്ങനെയുള്ളവരെ കർത്താവിന് ആവശ്യം. അപ്പൊ ആത്മാവ് വ്യാപരിക്കേണ്ടത് മേൽ. മേൽ വ്യാപരിച്ചത് എവിടെ വരണം? ഉള്ളിൽ വ്യാപരിച്ചത് എന്ത് ചെയ്യണം? പുറത്തേക്ക് ഒഴുകണം. എന്നിട്ട് നമ്മിലെ ആത്മാവും മറ്റുള്ളവരുമായി സൗഹൃദത്തിലാകാൻ പറ്റണം. ആത്മാവിന്റെ സൗഹൃദം. ദാമ്പത്യ ജീവിതത്തിലും ആത്മാവിന്റെ സൗഹൃദമാണ് വേണ്ടത്. കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഇടപാടുകളും ആത്മാവിന്റെ സൗഹൃദമാണ് വേണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സൗഹൃദത്തിൽ ഒരുമിച്ച് നിൽക്കാൻ പറ്റണം. എല്ലാവർക്കും ഒരുമിച്ച്. സഭയൊരു കുടുംബമാണ്. സ്വർഗീയ കുടുംബത്തിന്റെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. ഐക്യത തകർത്ത് കളയാൻ ശ്രമിക്കുന്ന പൈശാചിക പോരുകളോട് മാറി നിൽക്കാൻ പറയണം. പ്രാപിച്ച അഭിഷേകത്തിന്റെ ശക്തിയോട് അനൈക്യത ഉണ്ടാക്കുന്ന ദുഷ്ട പിശാചിനെ തുരത്താൻ കഴിയുന്ന കൃപ എല്ലാവരും പ്രാപിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അഭിഷേകത്തിന്റെ ശക്തി, അതാണ് ആത്മവ്യാപാരം. ആത്മവ്യാപാരത്തിന്റെ അനുഭവമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അവിടെ പറഞ്ഞിരിക്കുന്ന പദം കണ്ടോ? വ്യാപരിക്കുന്ന ദൈവശക്തി. അപ്പൊ നമ്മിൽ എന്തോ വ്യാപരിക്കണം? ദൈവശക്തി വ്യാപരിക്കണം. ഉപവാസ പ്രാർത്ഥനയുടെ സമാപന രാത്രി യോഗത്തിൽ അറിയേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങളടക്കം എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മിൽ വ്യാപരിക്കേണ്ടത് എന്താണ്? ദൈവശക്തി വ്യാപരിക്കണം. പക്ഷേ ദൈവശക്തി വ്യാപരിക്കേണ്ടതിന് പകരം വേറൊന്നും വ്യാപരിക്കാൻ കച്ചകെട്ടി നിപ്പുണ്ട്. അതേതാ വ്യാപാരം എന്നറിയാമോ? റോമാലേഖനം 7-ാം അധ്യായം 5-ാം വാക്യം. റോമർ 7-ന്റെ 5 വായിച്ചേ. നമ്മിൽ വ്യാപരിക്കുന്ന വേറൊരു സംഗതിയുണ്ട്. റോമർ 7-ന്റെ 5. നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിക്കാൻ സദാ സന്നദ്ധമായി നിൽക്കുന്ന ചില വ്യാപാരങ്ങളുണ്ട്. അതിന്റെ പേരവിടെ പറയുന്നു പാപവ്യാപാരം. എന്താണ്? പാപത്തെ കുറിച്ച് മുമ്പേ പറഞ്ഞല്ലോ. അത് നമ്മിൽ വ്യാപരിക്കാൻ നിൽക്കുന്നു. എവിടെ വ്യാപരിക്കാൻ? അവയവങ്ങളിൽ. എവിടെ വ്യാപരിക്കുന്നു? നമ്മുടെ അവയവങ്ങളിലൂടെയാണ് പാപം പ്രവേശിക്കുന്നത്. കണ്ണ് ഒരു പ്രധാന അവയവമാണ്. കാത്, ഇന്ദ്രിയ വ്യവസ്ഥിതികൾ, വിരലുകൾ ഒക്കെ
പാപത്തിന്റെ പ്രവേശനമാണ്. അരുതരുതാത്തത് തോണ്ടിയിരുന്നാൽ, അരുതരുതാത്ത ഡയൽ ചെയ്താൽ, അരുതരുതാത്തത് കാണാൻ വേണ്ടി ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ വിരലുകളിലൂടെയാണ് പാപമകത്തിലേക്ക് പ്രവേശിക്കുക. അവരുടെ വിരലുകൾ മലിനമായിരിക്കുന്നു എന്നൊരു വാക്യം കണ്ടിട്ടുണ്ടോ? കൈകൾ രക്തം കൊണ്ടും അവരുടെ വിരലുകൾ അകർത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. കൈകളിൽ പാപം, വിരലുകളിൽ അകർത്യം. കണ്ടിട്ടുണ്ടോ അങ്ങനെ വാക്യം? മമ്മിമാരൊക്കെ അറിയണം, പപ്പമാരൊക്കെ അറിയണം, പാസ്റ്റേഴ്സ് അറിയണം എന്നൊരു വാക്യം. യൂത്തിനെ പ്രബോധിപ്പിക്കാൻ ആ വാക്യം അനിവാര്യമാണ് ഈ കാലഘട്ടത്തിൽ. വിരലുകളിൽ എന്തോ ഉണ്ടെന്നാണ്? പാപം. വിരലുകളിൽ പാപം എന്ന് പറഞ്ഞാൽ അരുതരുതാത്തതായിരിക്കുന്ന ഇടപാടുകൾ, ഫോൺ കോളുകൾ, അതും ഇതുമൊക്കെ. അതിനുവേണ്ടി നമ്മൾ വിരലുകൾ കൊണ്ട് ഡയൽ ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം എന്താ? എല്ലാം വിരൽ സ്പർശമാണ്, ടച്ചിങ് അല്ലേ. എല്ലാം മാനുവൽ വർക്കില്ല, ഇപ്പോ എല്ലാം വിരലുകൾ കൊണ്ടാണ്. മനസ്സിലായി? വിരലുകൾ ടച്ച് ചെയ്യുമ്പോഴാണ്. സൗണ്ട് സിസ്റ്റം പോലും ക്രമീകരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? വിരൽ കൊണ്ടാണ്. എല്ലാം റിമോട്ട് ചെയ്യുന്നത് വിരലുകൾ കൊണ്ടാണ്. പണ്ടായിരുന്നു കൈ കൊണ്ട് കറക്കേണ്ടതും കാലുകൊണ്ട് ചവിട്ടേണ്ടതും ഫെഡറൽ സംവിധാനമൊക്കെ, മാനുവൽ വർക്ക്. ഇപ്പൊ എല്ലാം എന്തുകൊണ്ടാണ്? ഫിംഗർ ടച്ച് ആണ്. ഇത് വരുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച വചനമാണ്. അവരുടെ വിരലുകൾ അകർത്യം കൊണ്ട് മലിനമായിരിക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ അറിയാതെ മൊബൈൽ ഫോൺ എടുത്തിട്ടൊന്നും കളിക്കരുത്, തമ്പുരാൻ പണി തരും. മനസ്സിലായില്ലേ? ഏതാ വാക്യം? കൃപയാൽ അങ്ങനെ ഒരു വാക്യം നമ്മൾ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെടുക. അറിയായ്മയുടെ കാര്യങ്ങളെ ദൈവം എന്തോ ചെയ്യുന്നില്ല, ഗണ്യമാക്കുന്നില്ല. അറിയാൻ ഞാൻ പോയതാ കർത്താവ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല. പെന്തക്കോസ്തലായിട്ട് ഇത്രയും കാലമായിട്ടില്ല. നീ അറിയാതെ പോയത് എന്താന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയും? സ്തോത്രം. 59:3 വാക്യം, യെശയ്യാ 59:3. യെസ്, കണ്ടോ? നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ട്, നിങ്ങളുടെ വിരലുകൾ എന്തോ കൊണ്ട്? കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ചോണം. വിരലുകളിൽ എന്തോ വരാൻ പാടില്ല? അകർത്യത്തിന്റെ മലിനത വരാൻ പാടില്ല. കൈകളിൽ പാപത്തിന്റെ കറ പറ്റാൻ പാടില്ല. രക്തക്കറ ഉണ്ടാകരുത് കൈകളിൽ. കൈകൾ ശുദ്ധമാകണം. ഈ കൈകൾ അടിച്ചല്ലേ പാട്ടുപാടുക? ഈ കൈകൾ കൂപ്പിയല്ലേ സ്തോത്രം പറയുക? പ്രൈസ് ലോർഡ് പാസ്റ്റങ്ങളെ എന്ന് പറയുന്നത് കൈകൂപ്പിയല്ലേ? കൈ കൊടുത്തല്ലേ ഷേക്ക് ഹാൻഡ് ചെയ്യുക? മമ്മി ഉണ്ടാക്കിയ നല്ല ചോറും കറിയും കൈകൾ വിരലുകൾ കൊണ്ടല്ലേ എന്ത് ചെയ്യുന്നേ? ഇളക്കി വാരി കഴിക്കുക. സ്തോത്രം. വിരലുകൾ കൊണ്ട് എന്തെല്ലാം ഉപയോഗം എന്ന് പറയുക, നന്മയുടെ ഉപയോഗം. ഈ വിരൽ വാട്സപ്പിനകത്തിട്ട് തോണ്ടി 24 മണിക്കൂർ ഇരിക്കുന്നു. അപ്പൊ വിരലുകളിൽ എന്തോ വരും? അകർത്തി വരും, മലിനത വരും. വരാതെ സൂക്ഷിക്കണം. അനാത്മികതയ്ക്ക് നമ്മുടെ അവയവങ്ങളെ വിട്ടുകൊടുക്കരുത്, കണ്ണിനെ വിട്ടുകൊടുക്കരുത്. അതുകൊണ്ടാ പ്രാചീന ഭക്തനായിരിക്കുന്ന അയ്യോ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണിനോടൊരു നിയമം ചെയ്തിരിക്കുന്നു. ദാവീദ് പറയുന്നു, എൻ്റെ അധരദ്വാരത്തെ ഞാൻ കാവൽ കാക്കുന്നു. ഒരു കാവൽ നിർത്തിയിരിക്കുന്നു. കാലുകളെ ദുർമാർഗത്തിൽ നിന്ന് വിലക്കുന്നു. ഉണ്ടല്ലേ? അതാണ് ആത്മീയൻ ആവശ്യമായിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് പാപം നമ്മുടെ മർത്തി ശരീരത്തിൽ അതിന്റെ രാഗമോഹങ്ങളെ അനുസരിക്കുമാറി ഇനി എന്തോ ചെയ്യരുത്? വാഴരുത്. നാളെ സ്നാനപ്പെടാൻ പോകുന്ന ആളിനും കൂടെ ഒരു ചിന്ത ഞാൻ തരാം, സ്നാനപ്പെട്ട എല്ലാവർക്കും വേണ്ടി. സ്നാനം എന്ന് പറയുന്ന മഹത്തായിരിക്കുന്ന ശുശ്രൂഷ മാനസാന്തരത്തിന് ശേഷം നാം അനുഷ്ഠിക്കേണ്ട കർമ്മപദമാണ്. മാനസാന്തര വിശ്വാസത്താലാണ്. സ്നാനം കർമ്മപദമാണ്. കൂദാശ എന്ന് പറയും, സാക്രമെന്റ് എന്ന് പറയും. നമ്മൾ അനുഷ്ഠിക്കേണ്ട 2 കർമ്മ പരിപാടികളാണ്. ഒന്ന് സ്നാനവും, 2 കർത്തൃമേശയും. ഇത് രണ്ടുമാണ് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നത്. ബാക്കിയെല്ലാം വിശ്വാസമാണ്. രക്ഷിക്കപ്പെടുന്ന വിശ്വാസത്താലാണ്. മാനസാന്തരപ്പെടുന്ന വിശ്വാസത്താലാണ്. പുത്രത്വം വിശ്വാസത്താലാണ്. പാപമോചനം വിശ്വാസത്താലാണ്. പക്ഷേ ഇതെല്ലാം അനുഭവിച്ച ഒരു വ്യക്തി കർമ്മപദത്തിൽ കൊണ്ടുവരേണ്ട 2 കാര്യമായത് സ്നാനവും കർത്തൃമേശയും. ഇതിന്റെ ഗൗരവം എന്താണെന്നറിയാമോ? ശ്രദ്ധിച്ച്, സ്നാനപ്പെടാൻ പോകുന്ന ആളെ ശ്രദ്ധിച്ച്. ഇതിന്റെ ഗൗരവം എന്താണെന്നറിയാമോ? ഇത് രണ്ടും പുനരുത്ഥാനത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഇത് രണ്ടും അനുഷ്ഠിക്കേണ്ടതുപോലെ അനുഷ്ഠിച്ചാൽ മാത്രമേ പുനരുത്ഥാനം നടക്കത്തുള്ളൂ. യേശു വന്ന് തന്റെ ഭക്തന്മാരെ കൊണ്ടുപോകും. സ്നാനപ്പെട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്നാനാനന്തര ജീവിതം നന്നായി സൂക്ഷിച്ചേ പറ്റും. സ്നാനപ്പെടണം. സ്നാനപ്പെട്ട മാത്രം പോരാ, സ്നാനപ്പെട്ട ശേഷം വിശുദ്ധിയോടെ ജീവിക്കണം. വെള്ളത്തിൽ മുങ്ങി ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറയുന്നതിനകത്ത് മാത്രം കാര്യമായില്ല. സ്നാനാനന്തര വിശുദ്ധ ജീവിതം. അല്ലാത്തവർക്ക് പുനരുത്ഥാനം എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ലെന്ന് പഠിച്ചോണം. ഇത് 2 പുനരുത്ഥാനത്തെ ബാധിക്കുന്നുള്ള 2 വാക്യങ്ങൾ ഞാൻ തരാം. ശ്രദ്ധിച്ച്, ഉപദേശമാണ്, നന്നായി പഠിച്ചോണം. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിച്ച്. റോമർ 6:5. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നമ്മൾ ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും.
മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കാത്ത ആർക്കും പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടെ എന്ത് ചെയ്യാൻ പറ്റില്ല. മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കുന്ന കർമ്മം എന്തുവാ? യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേൽക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റു ആ കർമ്മത്തോട്, ആ ശുശ്രൂഷയോട് ഞാൻ ഏകീഭവിക്കുന്നു എന്നുള്ളതാണ് വെള്ളത്തിൽ മുങ്ങി പൊങ്ങി വരുന്നത്. മുങ്ങുമ്പോൾ പാപജടത്തെ മുക്കുന്നു, ഉയർക്കുമ്പോൾ പുതു ജീവനിലേക്ക് നമ്മൾ ഉയർത്തു വരുന്നു, പുനരുദ്ധാനം പ്രാപിക്കും. അപ്പോൾ അടുത്ത പറഞ്ഞിരിക്കുന്നുണ്ടോ, അങ്ങനെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ എന്തോ ചെയ്യും? പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോട്. അപ്പൊ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചില്ലെങ്കിലോ? പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കത്തില്ല. സ്നാനപ്പെട്ടില്ല, എന്നെ ഉദ്ദേശിച്ച് സ്വർഗത്തിൽ പോവുകയല്ലെന്ന് ചോദിക്കും ചിലര്. പോകത്തില്ലെന്ന് തന്നെ അർത്ഥം. കാരണം മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിച്ചാലേ എന്തോ ചെയ്യുള്ളൂ? പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കത്തുള്ളൂ. ഇനി കർത്തൃമേശ പുനരുദ്ധാനത്തെ ബാധിക്കുമോ? കർത്തൃമേശ യോഗ്യതയുള്ളവരെടുക്കണം. യോഗ്യത ഇല്ലാത്തവരെ കർത്തൃമേശ എടുക്കരുത്. കർത്തൃമേശ എടുക്കാതെ മാറിപ്പോകുന്നവന്റെ ശരീരം പുനരുദ്ധാനം പ്രാപിക്കത്തില്ല. എന്താ തെളിവ്? വായിക്കേ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യം. സ്നാനവും കർത്തൃമേശയും പുനരുദ്ധാനത്തെ ബാധിക്കുന്നതാണ് എന്നുള്ളതിന് വ്യക്തമായ ഉപദേശ ബോധ്യം ഉണ്ടാകണം എല്ലാവർക്കും. 6:54 വായിക്കുന്നത്. എന്നെ തെറ്റിക്കരുത്. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ എന്തോ ചെയ്യും? അപ്പൊ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കണേ എന്തോ തിന്നേ പറ്റൂ? യേശുവിന്റെ അപ്പവും വീഞ്ഞും ഇവിടെ മാംസരക്തങ്ങളോട് എന്തോ ചെയ്യണം? ഒരു ചോദ്യം കൊണ്ട് ചോദിക്കട്ടെ. ഒരു ചോദ്യത്തിന് ഉത്തരം പറയാത്തവരോട് പിന്നെയും ചോദ്യം ചോദിക്കാൻ എന്നാ സുഖമാണെന്നറിയാം. ഞാൻ ചമ്മിയിരിക്കുന്നത് കാണാൻ എന്നാ ഒരു സുഖമാണെന്നറിയാം. അതുകൊണ്ട് പിന്നെ ചോദിക്കുക. വേദോത്സവത്തിൽ ആദ്യം അപ്പവും വീഞ്ഞും കാണുന്നത് എവിടെയാന്ന് പറയാം. നിങ്ങളെ ചിന്തിക്കപ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി വെള്ളം കൂടി. വിശുദ്ധ ബൈബിളിൽ അപ്പവും വീഞ്ഞും ആദ്യം കാണുന്നത് എവിടെയാന്ന് പറയാം. മത്തായിലാണോ, മർക്കോസിലാണോ, യോഹന്നാനിലാണോ? എവിടെ അപ്പവും വീഞ്ഞും ആദ്യം കാണുന്നത്? ലൂക്കോസിലാണ്. മന്ന കൊടുത്തത്. മന്ന അപ്പം അല്ലല്ലോ. മന്ന അപ്പത്തിന് സദൃശ്യമാണെന്നുള്ളത്. വേദപുസ്തകത്തിൽ അപ്പവും വീഞ്ഞും ആദ്യം കാണുന്നത് എവിടെ? ചിന്തിക്കുന്നില്ല. ലൂക്കോസ്. ഇവിടെ എന്തോ പറഞ്ഞു? അത്താഴത്തിന് യോഹന്നാനിൽ. വേദപുസ്തകത്തിൽ ആദ്യം അപ്പവും വീഞ്ഞും കാണുന്നത് ഉൽപ്പത്തി 14-ാം അധ്യായം 18-ാം വാക്യം. ഉൽപ്പത്തി 14:18. നിങ്ങളുടെ ചിന്ത അങ്ങോട്ടൊന്നും പോയില്ല. നിങ്ങൾ മത്തായിലും മർക്കോസിലും മാത്രം ചുറ്റി നിൽക്കുകയാണ്. ഓക്കെ, ഉൽപ്പത്തി 14:18 വായിച്ചു. കണ്ടോ? അപ്പവും വീഞ്ഞും കൊണ്ട് ശാലേം രാജാവായ മൽക്കീസദേക്ക് നിൽക്കുന്നു. നമുക്ക് ചോദിക്കാം, സാറേ കുറെ നേരമായിട്ടില്ലേ അപ്പവും വീഞ്ഞുമായിട്ട് ഇവിടെ ഇങ്ങനെ തലയെ പിടിച്ചോണ്ട് നിൽക്കുന്നു, താലപ്പൊലി പിടിച്ചോണ്ട് നിൽക്കുന്ന പോലെ. ആർക്ക് കൊടുക്കാനാ? ഞങ്ങൾക്ക് തരുമോ? മൽക്കീസദേക്ക് പറഞ്ഞു, നോ, നിങ്ങൾക്ക് ആർക്കും തരത്തില്ല. പിന്നെ ആർക്ക് തരും? ഇപ്പൊ കയറി വരും ഒരുവൻ. അവന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് ജയിച്ച് കയറി വരുന്ന ഒരുവനാണ്. അവന് കൊടുക്കാനുള്ളത് അപ്പവും വീഞ്ഞും. ഈ അപ്പവും വീഞ്ഞും യേശുവിന്റെ ശരീരവും രക്തമാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ തിയോളജി ഇല്ല. പക്ഷെ അപ്പവും വീഞ്ഞും കഴിക്കാനുള്ള യോഗ്യത ജയിച്ചു വരിക. അപ്പൊ പുതിയ നിയമത്തിലെ അപ്പവും വീഞ്ഞും യേശുവിന്റെ ശരീരവും മാംസമാണെങ്കിൽ ഇത് ആർക്കേ കിട്ടത്തുള്ളൂ? തോറ്റവന് കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുകയല്ലേ. തോറ്റവൻ ഇത് കഴിക്കരുത്. നമുക്കിതിൽ പങ്കാളികളാകാമെന്ന് പറഞ്ഞു അഭിഷക്ത ദൈവദാസൻ ഇത് നുറുക്കി വീഞ്ഞ് പ്രാർത്ഥിച്ച് ഒഴിച്ച് നമുക്ക് തരുമ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാകും അവർ ജയിച്ചതാണോ തോറ്റതാണോ എന്ന്. തോറ്റെന്ന് മനസാക്ഷി ബോധ്യമുള്ളവരാരും ഇതിനോട് എന്തോ ചെയ്യരുത്, പങ്കാളികളാകരുത്. അതുകൊണ്ടാണ് പറയുന്നത് യോഗ്യതയുള്ളവർ മാത്രം. തങ്ങളെ തന്നെ അവരെന്തോ ചെയ്യണം? ശോധന ചെയ്യണം. ശോധന ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. വിജയിച്ചോ? ആണിന്റെ കറ പറ്റിയിട്ടുണ്ടോ? പെണ്ണിന്റെ കറ പറ്റിയിട്ടുണ്ടോ? മണ്ണിന്റെ കറ പറ്റിയിട്ടുണ്ടോ? കസേരയുടെ കറ പറ്റിയിട്ടുണ്ടോ? സാമ്പത്തികത്തിന്റെ കറ പറ്റിയിട്ടുണ്ടോ? ആരുമായിട്ടെങ്കിലും ഇടപെടുന്ന ബന്ധങ്ങളിൽ സുതാര്യത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഇതൊക്കെ വിശാലമായി അന്വേഷിച്ചിട്ടുണ്ടെന്ന് മനസാക്ഷി ബോധ്യമായാൽ അപ്പം കഴിക്കരുത്, വീഞ്ഞ് കഴിക്കരുത്. അപ്പം വീഞ്ഞ് കഴിഞ്ഞിട്ട് അവസാനം നിംസിലും കിംസിലും മിംസിലും ഒക്കെ പോയി റൂം എടുത്ത് കിടക്കേണ്ടി വരും. ആശ്ര മെഡിസിറ്റിയിലും അങ്ങ് ശ്രീബ മെഡിസിറ്റിയിലും പിന്നെ അങ്ങ് അമൃത ഹോസ്പിറ്റലിലും ഒക്കെ പോയി റൂം എടുത്ത് തച്ചിന് കിടക്കേണ്ടി വരും. പിന്നെ നാത്തനും മച്ചാനും മച്ചമ്പി എല്ലാം ആപ്പിളും ഓറഞ്ചും മുന്തിരിങ്ങയൊക്കെ വാങ്ങിച്ച് അവിടെ കിടന്ന് തിന്നേണ്ടി വരും. ഇതെന്തോ കുഴപ്പമുണ്ടായത്? ജയിക്കാത്തവൻ അപ്പം തിന്നതാ കുഴപ്പം. അത് ശ്രദ്ധിച്ചോണം. കർത്തൃമേശയിൽ ജയിച്ചവർക്ക് മാത്രമുള്ളതാണ്. ദൈവദാസന്മാരെ കർത്തൃമേശ സമയത്തൊക്കെ ഇത് നന്നായിട്ട് പഠിപ്പിക്കണം.
എല്ലാവരും ഇങ്ങനെ കഴിക്കാനുള്ളതല്ല. ബേക്കറി പോയി ബന്നും സ്ക്വാഷും കഴിക്കുന്ന പോലെ അല്ല സഭയ്ക്കകത്ത് കർത്തൃമേശ കഴിക്കുന്നത്. യോഗ്യതയുള്ളവൻ മാത്രമേ ഇത് കഴിക്കാവൂ. ആര് കഴിക്കണം? യോഗ്യത എന്ന് പറഞ്ഞാൽ ജയിച്ചു വന്നവൻ. ജഡത്തെ ജയിക്കണം, ലോകത്തെ ജയിക്കണം, പിശാചിനെ ജയിക്കണം. അവർക്ക് മാത്രമുള്ളതാണ് അപ്പവും വീഞ്ഞും. അപ്പോൾ പുനരുത്ഥാനം പ്രാപിക്കണമെങ്കിൽ 1 സ്നാനപ്പെടണം, 2 കർത്തൃമേശ അനുഭവിക്കണം. ഈ 2 കാർമ്മിക ശുശ്രൂഷകൾ അതിന്റെ തനിമയോട് ചെയ്യാത്ത ആർക്കും പുനരുത്ഥാനം പ്രാപിക്കാൻ പറ്റില്ല. സ്നാനപ്പെട്ടവർ അറിയേണ്ട 3 കാര്യം റോമാലേഖനം 6-ാം അധ്യായത്തിൽ ഞാൻ പറയാം. സ്നാനപ്പെട്ടവരെല്ലാവരും ശ്രദ്ധിച്ചോണം. ഒരാളിനെ നമ്മൾ സ്നാനപ്പെടുത്താൻ നാളെ പാട്ടും പാടി ജയ ജയ ഹല്ലേലൂയ പാടി പോകുമ്പോൾ ഇതിനു മുമ്പേ സ്നാനപ്പെട്ടവരെല്ലാവരും അറിയണം ഈ 3 കാര്യത്തിൽ നമ്മൾ വിജയിച്ചോ എന്നുള്ളതിനകത്ത്. നമ്മുടെ സഭയിലൊക്കെ സ്നാനപ്പെടുന്നതിന് മുമ്പ് ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട്, അല്ലേ? ബൈബിൾ ക്ലാസ് കഴിഞ്ഞു. സ്നാനപ്പെടുന്നതിന്റെ അന്നോ അല്ലെങ്കിൽ അതിന് മുമ്പോ സ്നാനപ്പെടുന്നവർക്ക് വേണ്ടി എന്തോ ഉണ്ട്, ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട്. പക്ഷെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്നാനപ്പെട്ടവർ അങ്ങും ഇങ്ങും ചെതറിപ്പോകരുത്, അവർക്ക് വേണ്ടി ഇനി ഒരു ക്ലാസ് കൂടെ ഉണ്ട്? അങ്ങനെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടോ? സ്നാനപ്പെട്ട ശേഷം ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. അതിന്റെ കുഴപ്പമുണ്ട് ദൈവസഭയ്ക്ക്. സ്നാനം എന്താണെന്ന് പഠിപ്പിക്കുന്നതാണ് സ്നാനത്തിന് മുമ്പുള്ള ക്ലാസ്. സ്നാനപ്പെട്ട ശേഷം ഇനി എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് കൂടെ വേണം. അതെടുക്കേണ്ട സിലബസ് ആണ് റോമാലേഖനം 6-ാം അധ്യായം. റോമാലേഖനം 6-ാം അധ്യായത്തിലെ 3 വാക്യങ്ങൾ നോക്കിക്കേ. 6-ന്റെ 2-ാം വാക്യം. 6-ന്റെ 2. ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഇനി പാപത്തിൽ ജീവിക്കരുത്. 6-ന്റെ 6-ാം വാക്യം വായിച്ചു. നാം ഇനി പാപത്തിന് അടിമപ്പെടരുത്. ഇനി പാപത്തിന് അടിമപ്പെടരുത്. 6-ന്റെ 12 വായിച്ചു. ഇനി വാഴരുത്. ഈ 3 വാക്യങ്ങളിലുള്ള പ്രധാന പദം കണ്ടോ? ഇനി ഇനി ഇനി. എന്താ മക്കളെ ഇനി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? സ്നാനപ്പെട്ടു, ഇനി. ആഫ്റ്റർ ദ ബാപ്റ്റിസം 3 കാര്യം പറയുന്നു. 2-ാം വാക്യത്തിൽ പറയുന്നു ഇനി പാപത്തിൽ എന്ത് ചെയ്യരുത്? സ്നാനപ്പെടുന്നതിന് മുമ്പ് പാപത്തിൽ ജീവിച്ചിരുന്നു, വിട്ടുകളാ. ഇനി മേലാൽ എന്ത് ചെയ്യരുത്? പാപത്തിൽ ജീവിക്കരുത്. 6-ന്റെ 6-ാം വാക്യം പറയുന്നു ഇനി പാപത്തിന് അടിമപ്പെടുന്നത്. അപ്പൊ ഇന്നലെ വരെ എന്തോ ആയിരുന്നു? പാപത്തിന് അടിമയായിരുന്നു. വെള്ളത്തിൽ മുങ്ങുന്നത് വരെ പാപത്തിന് അടിമ. ആ അടിമയാക്കപ്പെട്ട ശരീരത്തെ നമ്മൾ കുഴിച്ചിടുന്നത്. ജീവന്റെ പുതുക്കത്തിൽ പൊങ്ങി വന്ന ശരീരം ഇനി പാപത്തിന് എന്തോ ചെയ്യരുത്? അടിമയാകരുത്. സ്നാനപ്പെട്ടവന്റെ മൊബൈൽ ഫോൺ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടവന്റെ നാക്ക് സ്നാനപ്പെടണം. സ്നാനപ്പെട്ടവന്റെ കണ്ണ് മാനസാന്തരപ്പെടണം. അതും കൂടെ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടവരുടെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ മൊത്തം നനയുന്നുണ്ട്. പിടിച്ച് മുക്കുമ്പോഴേ നനയാതിരിക്കാൻ വേണ്ടി വായും പൂട്ടിക്കൊണ്ടാണ് സ്നാനപ്പെടുത്തുന്നത്. ഇനി സ്നാനപ്പെടുത്തുമ്പോൾ വാ തുറന്ന് പിടിച്ച് മുക്കണം. ഈ നാക്കും കൂടെ എന്തോ ചെയ്യണം? സ്നാനപ്പെടണം. സ്നാനപ്പെട്ടിട്ട് കയറി വന്നിട്ട് ഉണ്ടാക്കി വെക്കുന്ന ഓരോ വിനാശങ്ങൾ എൻ്റെ പൊന്നെ. നാക്കെന്തോ ഇതില്ല, സ്നാനപ്പെട്ടില്ല. സ്നാനജലം നാക്കിൽ തൊട്ടില്ല. കാരണം ഇത് പൂട്ടി വെച്ചേക്കുമായിരുന്നല്ലോ വായിൽ. ഈ ഒറ്റമുക്കൽ നമ്മൾ പിടിച്ച് പൊക്കുകയല്ലേ, അപ്പൊ കുടിച്ച് ജാകത്തൊന്നുമില്ല. അല്ലെ ഒരു നമ്മൾ വെള്ളം കുടിക്കട്ടെ. എന്നാൽ ഈ നാക്കും കൂടെ നനഞ്ഞു കിട്ടിയ ഒരുമാതിരി പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറും. എന്തൊക്കെയാ പറഞ്ഞ് പിടിപ്പിക്കുന്നതറിയാം? ഭർത്താവിനോട് പറയാൻ അറിയില്ല, ഭാര്യയോട് പറയാൻ അറിയില്ല, പാസ്റ്ററോട് പറയാൻ അറിയില്ല, മക്കളോട് പറയാൻ അറിയില്ല, മാതാപിതാക്കളോട് പറയാൻ അറിയില്ല. പകരം പറഞ്ഞ പോലെ മമ്മി അവിടെ പണി നോക്കും. മമ്മിക്ക് എന്നാ അറിയാം? സ്നാനപ്പെട്ട ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ആളെ പറയാം. പപ്പയ്ക്ക് എന്നാ അറിയാം? പപ്പ ജനിച്ച കാലമൊന്നുമല്ല, ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞ് സ്നാനപ്പെട്ടവൻ നിന്ന് പറക്കുക അപ്പന്റെ മുമ്പിൽ. ഭർത്താവിനോട്, ഭാര്യയോട്, ഒരു ഭാര്യ ഭർത്താവിന്റെ കുത്തനെല്ലാം കൂടെ പിടിച്ച് അടിപ്പിച്ച് എന്നിട്ട് പറയാം, മറ്റേ എനിക്ക് മക്കളെ തയില്ല, ഞാനിപ്പോ ചാവും. ആത്മഹത്യാ ഭീഷണി വേദപുസ്തകത്തിൽ ആദ്യം മുഴക്കിയ ഭാര്യ ആരാ? അതിനും കൂടെ ഉണ്ടായിരിക്കും. ഹവ്വ. ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി എനിക്ക് മക്കളെ തയില്ല, ഞാൻ മരിക്കുമെന്ന് ആദ്യമായി ഭീഷണിപ്പെടുത്തിയ, ആത്മഹത്യാ ഭീഷണിപ്പെടുത്തിയ ഒരു സൗന്ദര്യ റാണിയുണ്ട്. ആരാ? ആരാ? ഹന്നയല്ല, റബേക്കയല്ല. അയ്യോ അങ്ങനെ പറയല്ലേ, റബേക്കയല്ല, റാഹേൽ. വെരി ഗുഡ്. വന്നൊരു ഒടുവിൽ അവിടെ അടുക്കൽ വന്നു നിങ്ങൾ. ഹവ്വ പറഞ്ഞ മുതൽ പറഞ്ഞപ്പോഴാണ് ഇവിടെ എത്തിയത്. യാക്കോബിനെ പിടിച്ച് ഉറച്ചിട്ട് പറയാം, എനിക്ക് മക്കളെ ഇല്ല, ഞാൻ എന്തോ ചെയ്യും? നാക്ക് വിളച്ചു പോയതാണത്. ദൈവം ആ വാചകം അങ്ങനെ പരിഗണിച്ചു. ശ്രദ്ധിച്ചു കേട്ടോണം ഇന്ന് രാത്രി പറയുന്നത്. സ്നാനപ്പെട്ടവരെല്ലാം കേട്ടോണം. നാക്ക് ചലിപ്പിക്കുന്നത് ദൈവത്തിന് പ്രസാദമാകുമാറാകെ. അതുകൊണ്ട് ആ സംഗീതക്കാരൻ പറയുന്നത്, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും ദൈവമേ അങ്ങക്ക് പ്രസാദമാകട്ടെ. സ്നാനപ്പെട്ടവന്റെ നാക്ക് വികലമായി ചലിക്കരുത്. റാഹേലിന് കിട്ടിയ പണി അറിയാമോ? എനിക്ക് മക്കളെ തായില്ല, ഞാൻ ചാകും. യാക്കോബ് പറഞ്ഞു, നീ ദൈവത്തോട് ചോദിക്കുക, ദൈവമല്ലേ മക്കളെ തരുന്നേ. പെണ്ണിരുന്ന് പ്രാർത്ഥിച്ചു. 2 മക്കളെ ദൈവം കൊടുത്തു. മൂത്തവൻ യോസഫ്, രണ്ടാമത്തവൻ ആരാ? ബെന്യാമിൻ. ബെന്യാമിനെ പ്രസവിച്ചതോടെ ഇവൾ വീണ് മരിച്ചു. ഞാൻ മരിക്കുമെന്ന് പറഞ്ഞവൾ എന്തോ ചെയ്തു? നീ മരിക്കണ്ട, ഞാൻ നിന്നെ കൊല്ലാം. ദൈവം തന്നെ അവളെ
തിരിച്ചു വിളിച്ചു. രണ്ടാമത്തെ പ്രസവം, വഴിയിലാണ് പ്രസവം. അപ്പൻ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ്, വഴിയിൽ വെച്ച പ്രസവം. ഹോസ്പിറ്റലിൽ അവിടെ യാതൊരു ആശ്രമം പോലും ഇല്ല, ഒരു സത്രം പോലും ഇല്ലാത്തടത്ത് വഴിയിൽ വെച്ച് സൽസരേഖ് എന്ന് പറയുന്ന വിജനമായ സ്ഥലത്ത് വെച്ച് മരിച്ചു. 35-ാം അധ്യായം നിങ്ങൾ വായിക്കണം, ഉൽപ്പത്തി, പിന്നെ വായിച്ചാൽ മതി, ഇപ്പൊ വായിക്കരുത്. അവിടെ വെച്ച് മരിച്ചു. വേദന കടിച്ചമർത്തിക്കൊണ്ട് കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ബെനോനി എന്ന് പേരിട്ടു. യാക്കോബ് അടക്കം നിൽക്കുക. യാക്കോബ് പറഞ്ഞു, നോ, ബെനോനി അല്ല, അവൻ ബെന്യാമീനാണ്. ബെനോനി എന്ന് പറഞ്ഞ വേദനയുടെ പുത്രൻ, ബെന്യാമീൻ എന്ന് പറഞ്ഞ വലങ്കയുടെ പുത്രൻ. അവസാനത്തെ ആഗ്രഹം പോലും സാധിച്ചു കൊടുത്തില്ല. പേര് തിരുത്തി യാക്കോബ്. മനസ്സിലായല്ലോ? ഒരു കാര്യം കൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടണം. ഈ മരിച്ചു വീണെടുത്തുന്ന ഡെഡ് ബോഡി ആകെ അല്പം നേരം മാത്രം എന്നുള്ള പാട്ടും പാടി നേരെ 4 മൈൽ മുൻപോട്ട് നടന്നാൽ ബെത്ലഹേമിലെത്താം. ബെത്ലഹേമിലെത്തിയാൽ ഭർത്തൃ വീട് അവിടെ, തറവാട്ട് വളപ്പ് അവിടെ ഉണ്ട്, അവിടെ അടക്കാമായിരുന്നു. യാക്കോബ് പറഞ്ഞു, വേണ്ട, അങ്ങോട്ടൊന്നും ചുമക്കണ്ട. അപ്പൊ കൂടെ ഉള്ളവർ പറഞ്ഞു, സാറേ, ഇവിടുന്ന് 30 മൈലും വടക്കോട്ട് ചുമന്നാൽ മക്പേല ഗുഹയിലെത്തും. അവിടെ ആരുണ്ട്? അബ്രഹാമുണ്ട്, സാറയുണ്ട്, ഇസ്ഹാക്കുണ്ട്, റബേക്കയുണ്ട്. 4 പുണ്യാത്മാക്കൾ അവിടെ അന്ത്യവിശ്രാമം കൊള്ളുന്നുണ്ട്. അവിടെ കൊണ്ട് നീ കൊച്ചു മരുമകളെ അടക്കാം. യാക്കോബ് പറഞ്ഞു, വഴിയിൽ വീണവളെ അങ്ങോട്ടൊന്നും ചുമക്കേണ്ട കാര്യമില്ല, ഇവിടെ കുഴി കുത്താൻ പറഞ്ഞു. എവിടാണോ വീണത് അവിടെ കുഴി കുത്തി. ഇതിലൂടെ ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ആത്മീയനെന്ന് അവകാശപ്പെടുന്നവൻ നാവ് കൊണ്ട് വികലമായത് പറഞ്ഞാൽ നിന്റെ വിശ്വാസ പ്രയാണത്തിൽ വഴിമരണം സംഭവിക്കും. നമ്മൾ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് ശ്രദ്ധിച്ചോണം. കോപാവേശം കയറി വായിൽ വരുന്ന ഒന്നും വിളിച്ചു പറഞ്ഞു നടക്കരുത്. ഞാൻ സ്നാനപ്പെട്ടതാണെന്നുള്ള ബോധമുണ്ടാകണം. ഇനി പാപത്തിൽ ജീവിക്കാൻ പാടില്ല. പാപത്തിൽ നിങ്ങൾ അടിമപ്പെട്ടു പോകരുത്. 12-ാം വാക്യം പറയുന്നു, പാപം നിങ്ങളുടെ മർത്യ ശരീരങ്ങൾ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ എന്തോ ചെയ്യരുത്, വാഴരുത്. സ്വതന്ത്രം. എന്റെ കുഞ്ഞിനെ ചെത്തി ശ്രദ്ധിച്ചോണം. 6:2, 6:3, 6:12. മനസ്സിലായില്ലേ? ഈ 3 വാക്യങ്ങൾ മനസ്സിൽ നെഞ്ചിനകത്ത് സൂക്ഷിച്ചുകൊണ്ട് വേണം നാളെ സ്നാനജലത്തിലേക്ക് സ്തോത്രാർപ്പണത്തോടെ ഇറങ്ങാം. സ്നാനപ്പെടുക എന്നുള്ളത് ഒരു കർമ്മമാണ്. പക്ഷേ സ്നാനപ്പെട്ട ശേഷം സൂക്ഷിക്കേണ്ടതാണ് ഏറ്റവും വലിയ കർമ്മം. ഏറ്റവും വലിയ നടപടി അതാണ്. സ്നാനാനന്തര പവിത്രവും പരിപാവനവും അനന്യവും നീതിയും വിശുദ്ധവുമായ ഒരു ജീവിതം സൂക്ഷിക്കാൻ കഴിയണം. നാവ് കൊണ്ടൊരു ദോഷവും ചെയ്യരുത്. നാവാണ് പലപ്പോഴും കുഴപ്പമുണ്ടാക്കുന്നത്. നമ്മൾ പറഞ്ഞു പിടിപ്പിക്കുന്നത് എന്തുവാന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അത് കേട്ട വ്യക്തിയുടെ മനസ്സിനുണ്ടായ വേദന എന്തുവാന്ന് നമുക്കറിയില്ല. മനസ്സിലായോ? ഒരപ്പനും അമ്മയ്ക്ക് 3 മക്കൾ. ശ്രദ്ധിച്ചു കേട്ടോണം. ഒരപ്പനും അമ്മയ്ക്ക് 3 മക്കൾ. മൂത്ത മകൾ ഇസ്രായേലിന്റെ പ്രവാചികയാണ്, വർഷിപ്പ് ലീഡറാണ്. തപ്പെടുത്തൊരു പാട്ട് പാടിയാൽ 30 ലക്ഷം ജനം കൂടെ പാടി ആരാധിച്ചു കളയും. അതേപോലെ വർഷിപ്പ് ലീഡറാണ്, പ്രവാചിക. ആരാ? മിരിയാം. 2 ആങ്ങളമാരുണ്ട്. മൂത്ത ആങ്ങള ഇസ്രായേലിന്റെ പുരോഹിതനാണ്. ആര്? അഹരോൻ ആദ്യത്തെ ആചാര്യനാണ്. യാഗയോഗ കർമാദികൾ സമാഗമന കൂടാരത്തിന്റെ അകത്തളങ്ങളിലെ ശുശ്രൂഷകൻ ആണ്. ആര്? അഹരോൻ. വേറെ ആങ്ങളുണ്ട്, കുഞ്ഞാങ്ങൾ. ആരാ? മോശ. ഇസ്രായേലിന്റെ രാഷ്ട്രശില്പിയാണ്. ഒരപ്പനും അമ്മയ്ക്ക് ഇതിൽ കൂടിയ പുണ്യം എന്തോ? 3 മക്കളും VVIPകളായി മാറി. ഒരാള് പെൺകുഞ്ഞ് എവിടാ? നേഴ്സിങ്ങിന് പോയേക്കുമല്ല, പിന്നെന്തോ? ഇസ്രായേലിലെ പ്രവാചിക. മൂത്ത മോൻ ആരാ? പ്രധാന ശുശ്രൂഷകൻ. ഇളയ മകൻ ആരാ? രാഷ്ട്രശില്പി. ഇനിയും ഇത്രയും പറഞ്ഞത് കേൾക്കാൻ സുഖം ഉണ്ടായിരുന്നു അല്ലേ? ഇനിയും കേട്ടോണം, അടുത്ത വാചകം കേട്ടോണം. അത് കേൾക്കാതെ പോകരുത്. 3 എണ്ണത്തിന്റെ നാക്ക് പിഴച്ചത് കൊണ്ട് ദൈവം കനാനി കൊണ്ടുപോയില്ല. 3 എണ്ണത്തെ മരുഭൂമിയിൽ അടക്കം ചെയ്യേണ്ടി വന്നു വെച്ചാൽ എത്ര ദയനീയമാണ് നോക്കണം. മോശയോട് പോലും ദൈവം ഒരു പരിഗണന ചെയ്തില്ല. അവരവനെ ഹോർ പർവ്വതത്തിൽ അടക്കി. മിരിയാം എന്ന് പറയുന്ന പ്രവാചികയെ കാദേശിൽ അടക്കി. മോശയെ മോവാബ് സമതലത്തിൽ അടക്കം ചെയ്തു. 3 പേരും പോകാതിരുന്നത് നാക്ക് പിഴച്ചത് കൊണ്ടാണ്. ദൈവത്തിന്റെ ശുശ്രൂഷകനായി ദൈവം തെരഞ്ഞെടുത്ത മോശയ്ക്കെതിരെ ദോഷം സംസാരിച്ചു മിരിയാം. അത് മോശ കേട്ടില്ല, പക്ഷെ യഹോവ കേട്ടു. സംഖ്യ 12. നമുക്കെതിരെ പലതും പറയുന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ല, പക്ഷെ ആര് കേട്ടിട്ടുണ്ട്? അവിടാണ് പറയുന്നവർ. ശ്രദ്ധിച്ചോണം. മറ്റൊരാൾക്കെതിരെ ആക്ഷേപം പറയുന്നവർ അറിഞ്ഞായിരുന്നോ, കേട്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചും വീടാൻ തന്നെ കേറി ഓരോന്ന് പറഞ്ഞു നടക്കുന്നവർ ശ്രദ്ധിച്ചോണം. നമ്മൾ ആരെ കുറിച്ച് പറഞ്ഞോ അവര് കേട്ടില്ല നമ്മൾ പറയുന്നേ, പക്ഷെ ആര് കേട്ടു? സംഖ്യ 12-ന്റെ 2-ാം വാക്യം വായിക്കണം. ആദേ യഹോവ കേട്ടു. ആര് കേട്ടില്ല? ആര് കേട്ടില്ല? മോശ കേട്ടില്ല, അത് യഹോവ കേട്ടു. മനസ്സിലായില്ലേ? മോശയെ കുറിച്ച് പഠിക്കുന്നത് 106-ാം സങ്കീർത്തനം 32-ാം വാക്യം. 106-ന്റെ 32.
അവൻ നാവ് കൊണ്ട് അവിവേകം സംസാരിച്ചു. ആദ്യ നിമിത്തം മോശയ്ക്ക് ദോഷം ഭവിച്ചു. അവൻ ആ നാവ് കൊണ്ട് അവിവേകം. 106:32 കിട്ടിയോ? അവർ അവനെ കോപിപ്പിച്ചു. അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചു. അടുത്തത്, അവർ അവന്റെ മനസ്സിനെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അതരങ്ങളാൽ അവിവേകം സംസാരിച്ചു. അതരങ്ങളാൽ അവിവേകം സംസാരിക്കുന്നവൻ അങ്ങേയറ്റം എത്തത്തില്ല, വഴിമരണം സംഭവിക്കും. അതുകൊണ്ട് സ്നേഹത്തോടെ, സൗമ്യതയോടെ, ശാന്തതയോടെ, മറ്റുള്ളവരുടെ ആദരവോടെ, പ്രതിപക്ഷ ബഹുമാനത്തോടെ വേണം എന്തോ ചെയ്യാൻ, സംസാരിക്കാൻ. കുഞ്ഞുങ്ങളോട് പോലും ആക്രോശിക്കരുത്. മക്കളമാര് കേട്ടെ, മാതാപിതാക്കളോട് ആക്രോശിച്ച് സംസാരിക്കരുത്. ഭവ്യതയോടെ വേണം സംസാരിക്കാൻ. നമ്മുടെ ദൈവത്തോട് പോലും ഭവ്യത ഇല്ലാതെ പ്രാർത്ഥിക്കുന്നു. മലയാളിയുടെ ഏറ്റവും വലിയ കുഴപ്പം അതാ. ദൈവത്തോട് പോലും പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ഇല്ല. കർത്താവേ വന്നാട്ടെ, അനുഗ്രഹിച്ചാട്ടെ, നിന്റെ ദാസനെ കരങ്ങൾ ഉപയോഗിച്ചാട്ടെ എന്നാണ് നമ്മുടെ ദൈവത്തോട് പറയുന്നത്. അങ്ങനെ വല്ല പറയാൻ പറ്റുമോ? നേതാക്കന്മാരോട്, മുഖ്യമന്ത്രിയോട് അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മൾ പ്രാർത്ഥിച്ച് ശീലിച്ചപ്പോൾ ആരും നമ്മളെ തിരുത്തിയില്ല. അതുകൊണ്ടാണ് ഈ ഠേ 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 കയറി വരുന്നത്. ഠേ ഠേക്ക് പകരം കേൾക്കണമേ, തരേണമേ, ക്ഷമിക്കണമേ, എന്നെ ഓർക്കേണമേ, എന്നെ താങ്ങേണമേ. അങ്ങനെ അതാണ് ആദരവിന്റെ പ്രാർത്ഥന. ഭാഷയിൽ അങ്ങനെ വരണം. കർത്താവേ തന്നാട്ടെ, ഞങ്ങൾ 21 ദിവസമായിട്ട് ഇരിക്കുകയല്ലേ, തന്നാട്ടെ. നോ, അങ്ങനെ പറയരുത്. ദൈവം പരമാധികാരിയായ ദൈവമാണ്. ദൈവത്തോട് അപേക്ഷിക്കണം. യാചിപ്പീൻ. യാചനയ്ക്കൊരു ഭാഷയുണ്ട്, മനസ്സിലായില്ലേ? നമ്മുടെ പ്രാർത്ഥന വേറെ ഏറ്റവും വലിയ പ്രശ്നമുണ്ട്. അതെന്താ അറിയും? 20-ാമത്തെ ദിവസം അതൊക്കെ പറഞ്ഞ പ്രയോജനമാകുമോ? ഇനിയുള്ള മീറ്റിങ്ങിലെങ്കിലും പ്രയോജനമാകണം. ദൈവത്തെ കയറി നീ എന്ന് നിന്റെ എന്നൊന്നും വിളിക്കരുത്. നിന്റെ കൃപ, നിന്റെ ദാസനെ, നീ തന്നെ. എത്ര പ്രാവശ്യം പറയും? പ്രാർത്ഥിക്കുമ്പോഴല്ല തുടക്കം മുതൽ ഒടുക്കം വരെ ദൈവത്തെ എന്താ വിളിക്കുന്നത്? നീ നീ നിന്റെ നിന്റെ അവന്റെ ശക്തിയുടെ വരം. ബൈബിളിൽ അങ്ങനെ വിവർത്തനം, മലയാള ഭാഷയുടെ വിവർത്തനത്തിൽ വന്ന പ്രശ്നമാണ്. പാട്ടും അങ്ങനെ തന്നെ, നീ മാത്രം മതി. അവിടെ എന്തോ വിളിക്കുന്നേ? നീ അത്ര വലിയ ഗുരുതരമാണോ എന്ന് നിങ്ങൾ എന്നെ സംശയത്തോടെ നോക്കുന്നു. ഗുരുതരമാണോ ഇല്ലയോ എന്ന് അറിയാൻ ഇന്ന് രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ പപ്പായോട് ചോദിക്കണം, പപ്പായെ നീ വായിച്ച പത്രം എന്ത് ചെയ്യും? ചോദിക്കാം മോളെ. മമ്മിയെ നീ എന്റെ ഫോൺ എടുത്തോണ്ട് പോയി എവിടെ കൊണ്ടുപോയി ചോദിക്കാവോ? അടിയുടെ പെരുന്നാളായിരിക്കും. യോഗം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ വെള്ളനാട് ഇവിടുത്തെ SI വഴി നിൽക്കുക, നീ എന്നെ രാത്രി ഇവിടെ നിൽക്കുന്നു ചോദിക്കാവോ? ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും സർക്കാർ വാങ്ങി ചിലപ്പോൾ ഇന്ന് രാത്രി കിട്ടും. പിന്നെ യോഗം നടത്തിയ പാസന്മാർ വന്ന് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് വരണം. എന്തോ കേസ് ചാർജ് ചെയ്തിരിക്കുന്നേ? മോഷണമൊന്നുമല്ല, സ്ഥല SI നീ എന്ന് വിളിച്ചു. ഇതൊക്കെ ഇത്രയും വലിയ ക്രൈമാണെങ്കിൽ അത്യുന്നതനായ ദൈവത്തെ താറ്റിന് ഊതിയിരുന്ന് വിളിക്കുക, നീ 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 നിന്റെ നിന്റെ നിന്റെ. അവിടെയാണ് നമ്മുടെ തമിഴ്നാട്ടിൽ സഹോദരൻ, നമ്മുടെ അയൽവാസി സഹോദരൻ തമിഴ്നാട്ടുകാരൻ വിജയിക്കുന്നത്. അപ്പോ ആണ്ടവരെ യേശുസ്വാമി എന്നാ വിളിക്കുന്നത്. അതിനപ്പുറത്ത് ഹിന്ദിക്കാരനുണ്ട്, മേര ഖുദാവന്ത്, മേര പരമേശ്വർ എന്നൊക്കെ വിളിക്കുമ്പോ എന്നാ ആദരവാന്നറിയാമോ? നേരെ മലയാളി അളിയനോട് സംസാരിക്കുന്നവരാ ദൈവത്തോട്. നീ ഇങ്ങോട്ട് വന്നാട്ടെ, തന്നാട്ടെ, കൃപയാൽ ഞങ്ങളെ വ്യാപരിപ്പിച്ചാട്ടെ. ദൈവം നമ്മുടെ മൂത്തമ്മാച്ചനൊന്നും അല്ലല്ലോ, ആണോ? ദൈവം നമ്മുടെ ഇളയ അളിയനാണോ? അല്ലല്ലോ. അപ്പം ആ ഭാഷയും ആദരവും ഉണ്ടായേ പറ്റുള്ളൂ. സ്തോത്രം. അപ്പം ഈ സ്നാനം എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്നത്, ഏറ്റവും മാന്യമായ ശുശ്രൂഷയായി അത് അംഗീകരിച്ചു കഴിയുമ്പോൾ അതിനപ്പുറം നമ്മുടെ ജീവിതം ധന്യമാകണം. ഈ ഒരു വാചകം മറക്കരുത്. സ്നാനം, സ്നാനാനന്തര ജീവിതം. സ്നാനം, പിന്നെ സ്നാനാനന്തര ജീവിതം ദൈവത്തിന് പ്രസാദമാകണം. ഒറ്റ വിലപ്പെട്ട ചിന്ത കൂടെ പറയും. സ്നാനപ്പെടുന്നവൻ യേശുവിനോട് എന്തോ ചെയ്യുന്നു? ചേരുന്നു. മകളെ മറക്കല്ലേ ആ വാക്യം, ഗലാത്യ ലേഖനം 3:27. സ്നാനപ്പെടുന്നവൻ എന്തോ ചെയ്യുന്നു? യേശുവിനോട് ചേരുന്നു. രണ്ട് കാര്യം നടക്കുക. ഒന്ന്, യേശുവിനോട് ചേരുന്നു. രണ്ട്, യേശുവിനെ ധരിക്കുന്നു. ഉണ്ടോ? യേശുവിനോട് ചേരുന്നു. അപ്പൊ രണ്ട് കാര്യമാണ് നടക്കുക. യേശുവിനോട് ചേരുകയും ചെയ്യുന്നു, പിന്നെ ധരിക്കുകയും ചെയ്യുന്നു. അപ്പൊ സ്നാനപ്പെട്ട ഒരാളിനെ പിന്നെ നമ്മൾ കാണുന്നത് ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടാ. മനസ്സിലായില്ലേ? സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ നടപടി എന്തുവാ? വസ്ത്രം മാറുക എന്നുള്ളതാണ്. അവിടെ തന്നെ നമ്മളൊരു താൽക്കാലിക ഷെഡ് ക്രമീകരിച്ച് സ്നാനപ്പെട്ട ആളെ അവിടെ വെച്ച് എന്തോ ചെയ്യുന്നു? നനഞ്ഞ വസ്ത്രം മാറി പുതിയത് ഉടുത്തോണ്ട് വരുന്നു എന്നത് തന്നെ തെളിയിക്കുന്ന എന്താണെന്നറിയാമോ? ഞാൻ യേശുവിനെ ധരിച്ചിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അതാണ് നിന്റെ വസ്തുത. അപ്പൊ സ്നാനപ്പെട്ടവൻ യേശുവിനോട് എന്തോ ചെയ്യുന്നു? ചേരുന്നു. ആ പദം ശ്രദ്ധിച്ചു പഠിച്ചോണം. എല്ലാവരും ശ്രദ്ധിച്ചേ. യേശുവിനോട് എന്തോ ചെയ്യുന്നു? സ്നാനപ്പെടുന്നവൻ ചേരുന്നു. യേശുവിനോട് ചേർന്നാൽ എന്തോ ആവുമെന്ന് പറ.
യേശുവിനോട് ചേർന്നാൽ എന്തുവാകും? നമ്മൾ യേശുവും നാമം തമ്മിൽ എന്തുവാകും? ഒന്നാകും എന്ന് പറഞ്ഞാൽ എങ്ങനെ? അതിന്റെ ദൈവശാസ്ത്ര ചിന്ത പറ. സ്നാനപ്പെട്ടവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണെന്നാൽ യേശുവിനോട് ചേർന്നാൽ നമ്മൾ എങ്ങനെ ആവും? യേശുവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഡാഷ് 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 ഏകീഭവിക്കും. അത് നല്ല പ്രയോഗമാൻറ്റി ഒക്കെ സമ്മതിക്കുന്നു. പക്ഷെ വാക്യം പറ, യേശുവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി മിണ്ടരുത്. ഏക ശരീരം. ഏക ശരീരം എന്ന് പറയുന്നത് എവിടാന്നറിയാം? ഉൽപ്പത്തി 2:24 വാക്യ വായിച്ചേ. ഉൽപ്പത്തി 2:24. ഉൽപ്പത്തി 2:24 വായിച്ചേ. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടു പിരിഞ്ഞു ആ ഭാര്യയോട് പറ്റിച്ചേരും. ആ അവർ ഏകദേഹമായി. അവർ ഏകദേഹം അല്ലെങ്കിൽ ഏക ശരീരം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏക ശരീരമാകും. വിവാഹം കഴിയുമ്പോൾ അവർ രണ്ടുപേരും എന്തുവാകും? ഭാര്യയോട് പറ്റിച്ചേരുന്നവൻ ഭാര്യയോട് പറ്റിച്ചേരുന്ന ഭർത്താവ് അവളുമായി ഏക ശരീരമാകുന്നു. ഭർത്താവിനോട് പറ്റിച്ചേരുന്നവൾ ഭർത്താവുമായിട്ട് എന്തുവാകുന്നു? പക്ഷെ എന്റെ ചോദ്യം അതല്ല. യേശുവിനോട് പറ്റിച്ചേരുന്നവൻ എന്തുവാകും? ഏക ആത്മാവാകും. അതാണ് കറക്റ്റ്. 1 കൊരിന്ത്യർ 6:17 വാക്യം. 1 കൊരിന്ത്യർ 6:17 വായിച്ച്. ഭർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. ഭാര്യയോട് പറ്റിച്ചേരുന്നവൻ ആരും എന്തുവാകും? ഏക ദേഹം, ഏക ശരീരം. ശരീരം അല്ലെങ്കിൽ ദേഹം എന്തിനു കൊള്ളാന്ന് പറ. എന്തിനു കൊള്ളാം? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനു കൊള്ളാം? മണ്ണിൽ കുഴിച്ചിടാൻ കൊള്ളാം, പുഴുവിന് കൊടുക്കാൻ കൊള്ളാം. എത്ര സുന്ദരിയാണെങ്കിലും സുന്ദരനാണെങ്കിലും ആരോഗ്യമുള്ളവനാണെങ്കിലും ശമ്പളമുള്ള വ്യക്തിയാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ ദേഹം എന്തിനു കൊള്ളാം? പുഴുവിന് കൊടുക്കാം, മണ്ണിന് കൊടുക്കാം. പക്ഷേ ആത്മാവിന് മണ്ണിന് കൊടുക്കാൻ പറ്റത്തില്ല. ആത്മാവ് മരണത്തിനപ്പുറവും ജീവിക്കുന്നു. അതുകൊണ്ടാണ് സ്നാനം എന്ന് പറയുന്നത്. ആരോട് ചേരുകയാണ്? യേശുവിനോട്. യേശുവിനോട് ചേർന്നാൽ എന്തോ സംഭവിക്കുന്നു? ഏക ആത്മാവാകുന്നു. ആ ആത്മാവിന് മരണമില്ല. സ്വർഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, മാംസരക്തങ്ങൾ സ്വർഗരാജ്യം എന്ത് ചെയ്യത്തില്ല? അവകാശമാക്കത്തില്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഭർത്താവിനോടുകൂടെ ജീവിച്ചു. ഭാര്യ രക്ഷിക്കപ്പെട്ടതല്ലെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഭാര്യ രക്ഷിക്കപ്പെട്ടു, ഭർത്താവ് രക്ഷിക്കപ്പെട്ടതല്ല, രക്ഷിക്കപ്പെട്ട ഭാര്യയോട് ചേർന്നു. അതിൽ ഒരാൾ മാത്രമേ രക്ഷിക്കപ്പെട്ടുള്ളൂ. ആ രക്ഷിക്കപ്പെട്ട ആളിനെ രക്ഷിക്കപ്പെടാത്ത ആളിനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അവരിരുവരും എന്തുവായതേ ഉള്ളൂ? ദേഹമായതേ ഉള്ളൂ. ദേഹത്തിന് സ്വർഗത്തിൽ കയറാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ കയറണമെങ്കിൽ എന്തോ ആകണം? ആത്മാവാകണം. ആത്മാവായ കർത്താവുമായിട്ട് ഒന്നാകണം. അപ്പൊ സ്നാനത്തിന്റെ ഗൗരവം മനസ്സിലായോ? കുഞ്ഞുങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരു പക്വതയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തോ ചെയ്യണം? സ്നാനപ്പെടണം. നിങ്ങൾ സ്നാനപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സ്നാനപ്പെടണം കുറേ കൂടെ കഴിയുമ്പോൾ. ഈ വസ്തുതകൾ മറന്നു പോകരുത്. മനസ്സിലായില്ലേ? സ്നാനപ്പെടാൻ വൈകരുത്. കാരണം സ്നാനപ്പെടുന്നവൻ ക്രിസ്തുവുമായിട്ട് എന്തോ ആകുന്നു? ഏക ആത്മാവാകുന്നു. ആ ആത്മാവിന് മാത്രമേ സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ. മരണാനന്തര കർമ്മങ്ങൾ കൊണ്ട് ആരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്നാനം എന്ന് പറയുന്നത് ഏറ്റവും മഹത്വരമായ കാര്യമാണ്. ആത്മശക്തിയുടെ വല്ലഭത്വം നമ്മിലേക്ക് നിറയുമ്പോൾ ഉപദേശ വിഷയങ്ങൾ നമുക്ക് അവബോധമുണ്ടാകുന്നു. മനസ്സിലായല്ലോ? ഒടുവിൽ കർത്താവിലും അമിത ബലത്തിലും. കർത്താവിൽ ശക്തിപ്പെടുക, അമിത ബലത്തിൽ ശക്തിപ്പെടുക. അവിടെ മൈറ്റി പവർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മൈറ്റി പവർ. ആ മൈറ്റി പവർ എന്തിനാണെന്നറിയാമോ? താഴോട്ട് വായിക്കുന്ന 10, 11, 12, 13, 14 വായിപ്പിക്കുന്നില്ല. ആ വാക്യങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ചോണം. എഫേസ്യ ലേഖനം 6:10 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ എന്ന് പറയുന്നത് ആ അമിത ബലം എന്തിനാണെന്നറിയാമോ? നമുക്കെതിരെയുള്ള പോരാട്ടങ്ങളോട് ഇടപെടാനാണ്. നമ്മളെ തകർക്കാൻ നിൽക്കുന്ന ചില ദുഷ്ടവ്യാപാരങ്ങളുണ്ട്. ഈ മണ്ണ് എന്റേതാണ്, ഈ വീടുകൾ എന്റേതാണ്, ഈ ദേശം എന്റേതാണെന്ന് അവകാശപ്പെടുന്ന ദുഷ്ടശക്തിയോട് വഴിമാറാനാണ് ഈ അമിത ബലം. മൈറ്റി പവർ. ഈ 20 ദിവസങ്ങളിലും ഇവിടുന്ന് പ്രാപിച്ചത് ആ ശക്തിയാണ്. മനസ്സിലായോ? ഇനി പേടിച്ച് പറച്ച് മാറി നിൽക്കരുത്. ഇനി ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ പെട്ടുഴന്ന് പോകരുത്. ഇനി ഭയമുള്ളവരായി മാറരുത്. യേശുവിന്റെ നാമത്തിൽ ആട്ടങ്ങെന്ന് പറയാനുള്ള ഒരധികാരത്തിന്റെ തീവ്രത ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു. അമിത ബലം എന്ന് പറയുന്നത് ദ മൈറ്റി പവർ ആണ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം നമ്മളെ ആ ശക്തി കൊണ്ട്, അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ലെന്ന് ഈ ശക്തി, പിന്നെന്തിനാണ്? പിശാചിനോട് പടപൊരുത്. വാടകയ്ക്ക് വിളിക്കേണ്ട പ്രവാചകനെയും ശാസിക്കാനും ഒന്നും ആരെയും വാടകയ്ക്ക് വിളിക്കേണ്ട. നാം പ്രാപിച്ച ദൈവശക്തി മതി. അതല്ലെങ്കിൽ ദൈവം ആരെങ്കിലും അയച്ചുകൊള്ളും, അവരെ ശുശ്രൂഷ ചെയ്യും. കൃപയുള്ള ഒരു ദൈവദാസന് നമ്പർ തരാമെന്ന് പറഞ്ഞ് തപ്പി നടക്കുന്ന വിശ്വാസികൾ എത്ര പേരുണ്ടെന്ന് അറിയോ? ആരുടെ നമ്പർ വേണമെന്ന്? കൃപയുള്ള ദൈവദാസൻ നമ്പർ തരാമെന്ന് സ്ഥലം സഭ പാസ്വേഡ് തന്നെ ചോദിച്ചോളെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പുള്ളിക്ക് വലിയ കൃപയൊന്നും. അതൊക്കെ നമ്മളോടുള്ള ഒരു മധുര പ്രതികാരം കൂടാണ്, അറിയാമോ? അതുകൊണ്ട് പാസ്റ്റർമാരല്ല എന്തോ പ്രാപിച്ചോണം. വിശ്വാസികൾ ആരാ പുള്ളികളെന്ന് അറിയാം. അവര് നമ്മളോട് തന്നെ ചോദിക്കും, പാസ് കൃപയുള്ളൊരു ദൈവദാസൻ നമ്പർ തരാമോ? നമ്മുടെ മുഖത്ത് നോക്കി പറയുക നമുക്ക് എന്തോ ഇല്ലെന്ന്.
അപ്പൊ കൃപയുള്ള ദൈവദാസൻ നമ്പർ തപ്പി നടക്കരുത്. നമ്മൾ പ്രാപിച്ച കൃപ പിശാചിനോട് എതിർപ്പെടാനുള്ളതാണ്. അടങ്ങ് യേശുവിന്റെ നാമത്തിൽ. കുഞ്ഞിനെ എടുത്തു വെച്ചോണ്ട് പ്രാർത്ഥിക്കണം. മനസ്സിലായി? എടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. കർത്താവേ, അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ടല്ലോ. എന്റെ കുഞ്ഞ് അവിടുത്തെ ദാനമാണ്. അതെന്റെ കയ്യിൽ പിടഞ്ഞു തീരാനുള്ളതല്ല. നമ്മുടെ വീടിന്റെ മുറ്റത്തൊരു നീലപ്പടുതായുടെ പന്തൽ ഉയരണമെന്ന് ആഗ്രഹമുള്ള പിശാചുണ്ട്, അറിയാമോ? സ്തോത്രം. വളരെ ഗൗരവമായി നമ്മൾ പഠിച്ചോണം. യെശയ്യാപ്രവചനം 65-ാം അധ്യായം, യെശയ്യാവ് 65-ൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീ പ്രസവിച്ചത് ആപത്തിനല്ല. നീ പ്രസവിച്ചത് എന്തിനല്ല? ആപത്തിനല്ല. 65-ന്റെ 23 വാക്യം നോക്കിക്കേ. യെശയ്യാവ് 65-ന്റെ 23. അവർ വൃഥ അധ്വാനിക്കയില്ല, യെസ്. ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല. മമ്മിമാരെല്ലാവരും ശ്രദ്ധിച്ചോണം, പപ്പമാരെല്ലാം ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ തലമുറയെ കുറിച്ചുള്ള ഏറ്റവും വലിയ കനത്ത ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ വേദനപ്പെട്ട് പ്രസവിച്ചത് എന്തിനല്ല? ആപത്തിനല്ല. ആ വാഗ്ദത്തത്തേക്ക് അറിയാത്തത് കൊണ്ടാണ് പലതും വന്ന് പണയുന്നത്. ഈ വാഗ്ദത്തം അവകാശമാക്കണം. കർത്താവേ, ഞാൻ പ്രസവിച്ചത് എന്തിനല്ല? ആപത്തിനല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കും എന്റെ കുഞ്ഞിന്റെ മരണം കാണരുത്. ഞാൻ ജീവിച്ചിരിക്കും എന്റെ കുഞ്ഞിന്റെ അസ്ഥി ഓടിയരുത്. ഞാൻ ജീവിച്ചിരിക്കും എന്റെ കുഞ്ഞ് അന്യാധീനപ്പെടരുത്. കാരണം ഞാൻ പ്രസവിച്ചത് എന്തിനല്ല? ആപത്തിനല്ല. സ്വതം കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രതി ശരീരം ചുമന്നോട്ടെ, കുഴപ്പമില്ല. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അമ്മ മരിച്ചുപോയി, പപ്പ മരിച്ചുപോയി എന്ന് മക്കൾ പറയട്ടെ. എന്റെ മോൻ മരിച്ചെന്ന് ഒരു അമ്മയും പറയരുത്. എന്റെ മോൻ മരിച്ചുപോയി സാറേ എന്ന് ഒരു അപ്പനും പറയരുത്. കാരണം നാം പ്രസവിച്ചത് എന്തിനല്ല? ആപത്തിനല്ല. ഒരമ്മ തന്റെ കുഞ്ഞിന്റെ മൃതശരീരം ചുമന്നുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരും എല്ലാം ചുമന്നുകൊണ്ട് പോകുന്നു. ഇവള് അലമുറയിട്ട് കരഞ്ഞു പിന്നാലെ പോകുന്നു. ആ വിലാപയാത്രയെ നാട്ടുകാർ മൊത്തം കണ്ട് കണ്ണുനീരോടെ നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരന് വഴിയരികിൽ അങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അവന്റെ അരിയിലേക്ക് ആ മഞ്ചം വന്നപ്പോൾ കൈനീട്ടി ആ മഞ്ചത്തെ തോട്ടു. അതിനകത്ത് മരിച്ചു കിടന്ന ചെറുപ്പക്കാരൻ ചാടി എഴുന്നേറ്റു. കൈ കൊടുത്ത് അവനെ പിടിച്ച് താഴെ ഇറക്കി. അമ്മയെ വിളിച്ചു നിർത്തി ചേർത്ത് നിർത്തിട്ട് പറഞ്ഞു, ഇവനെ കൊണ്ട് വീട്ടിൽ പോകണം പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നീ അല്ല നിന്റെ മകന്റെ മഞ്ചം ചുമക്കേണ്ടത്. നാളെ ഒരു സുപ്രഭാതത്തിൽ ഇവൻ നിന്നെ ചുമക്കും. വിധവയാണവൾ, ഭർത്താവ് മരിച്ചുപോയി. ആകെ ഒരു അത്താണി തന്റെ മകൻ മാത്രമായിരുന്നു. ദൈവാത്മാവ് ഇന്ന് രാത്രി ചിലരുടെ ഉള്ളത്തിന്റെ മരണഭയം നീക്കുകയാണ്. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ചില വല്ലാത്ത ഭയങ്ങൾ നീക്കുന്നു. നീ പ്രസവിച്ചത് മരണത്തിനല്ല, നീ പ്രസവിച്ചത് ആപത്തിനല്ല. ഒരു ദോഷം വരാത്ത വിധം നിന്നെ സൂക്ഷിക്കാൻ കഴിയുന്ന ദൈവകൃപയുടെ വ്യാപാര ശക്തി. വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കണം. തലമുറയെ നിന്നിൽ നിന്ന് അകറ്റിക്കളയാൻ ശ്രമിക്കുന്ന പോരാട്ടങ്ങളെ അമിതബലം പ്രാപിക്കുമ്പോൾ ദൈവശക്തിയുടെ അത്യന്തം വ്യാപാരം നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ ഈ അവകാശങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയണം. കാരണം എന്താണെന്നറിയോ? നമുക്ക് വാഗ്ദത്തം അറിയാമെന്ന് പിശാചിന് അറിയാം, പിന്നെ അവനെ കളി നടക്കത്തില്ല. ദൈവവചനം നമുക്ക് അറിയാമെന്ന് പിശാചിന് ബോധ്യമായ പിന്നെ നമ്മളെ തോണ്ടാൻ വരത്തില്ലെന്ന് മനസ്സിലായില്ലേ? യേശുവിനെ പരീക്ഷിക്കാൻ വന്ന പിശാച് വചനം കേട്ടാൻ ഞെട്ടിപ്പോയത്. ഓരോ സന്ദർഭത്തിൽ യേശു വചനം അങ്ങോട്ട് പറഞ്ഞേ, ആ വചനത്തിന് മുമ്പിൽ അവൻ നിൽക്കാൻ പറ്റിയില്ല. സ്തോത്രം. കുഞ്ഞുങ്ങളെ കുറിച്ച് ആശങ്കപ്പെടുകയൊന്നും ചെയ്യരുത്. ഇത്രയും കുഞ്ഞുങ്ങളെ യോഗത്തിൽ പകലും രാത്രിയും കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് വലിയ കാഴ്ചപ്പാടുണ്ടാകും. ഈ കുഞ്ഞുങ്ങളുടെ സമാധാനം വലുതായിരിക്കുമെന്ന് വചനമുണ്ട്. കണ്ടിട്ടുണ്ടോ? വാഗ്ദത്തം കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം. എവിടെ വാക്യം? യെശയ്യാവാണെന്നറിയാം. അങ്ങനെയൊക്കെയുള്ള പ്രവചനം ആ ഭാഷ കേൾക്കുമ്പോഴേ അറിയാം ആരാ കമന്റ് വെച്ചേക്കുന്നത്. യെശയ്യാവാണെന്ന് നമുക്കറിയാം, ആ അറിവ് കൊള്ളാം. പക്ഷെ എവിടെ വാക്യമൊന്നും കൂടെ പഠിക്കണം. യെശയ്യാവ് 54:13 വാക്യം. പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യങ്ങളൊക്കെ ഉരുവിടണം. കർത്താവേ, എന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരാകുമെന്ന് വചനമുണ്ടല്ലോ. എല്ലാവരും. മക്കൾ എത്ര പേരുണ്ട്? 2, 3, 4 എത്ര ഉണ്ടെങ്കിലും ആ എല്ലാവരും എന്നുള്ള പദത്തിന് അടി വര കൊടുക്കണം. നാം ഒന്ന്, നമുക്കൊന്ന്, നാം 2, നമുക്ക് 2, 2, 3 കൂടുതലൊന്നും കാണത്തില്ലല്ലോ. പണ്ടായിരുന്നു അമ്മച്ചിമാർ വിളിക്കുന്നവരോട് ചോദിക്കുക, 6, 7, 8 പ്രസവിച്ചവരുണ്ട്. ആ മക്കൾ എല്ലാവരും അന്യാധീനപ്പെട്ടു പോയില്ല. എല്ലാവരും ദൈവം അനുഗ്രഹിച്ചു. അത് ഈ വാക്യത്തിന്റെ വാഗ്ദത്തമാണ്. നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതുമായിരിക്കും. അതേ അധ്യായത്തിൽ തന്നെ വേറൊരു വാക്യമുണ്ട്, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും.
നിന്റെ സന്തതി ജാതികളുടെ ദേശത്തിന്റെ നന്മ അവകാശമാക്കും. 54 3 വാക്യം വായിച്ച്. 54 ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. ആ, നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും അതുമൂലം നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആ വാക്യത്തിന്റെ യഥാർത്ഥ ഭാഷ്യം. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അത് തിരിച്ചു പോയെന്നുള്ളതേ ഉള്ളൂ. ആദ്യം പറഞ്ഞ നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും, നിന്റെ സന്തതി ജാതികളുടെ ദേശത്തിന്റെ കൈവശമാക്കും. ഈ മാതാപിതാക്കൾ മക്കളെ വിദേശത്ത് കൊണ്ടുപോയതിനേക്കാൾ മക്കൾ മാതാപിതാക്കളെ കൊണ്ടുപോയതാണ് കൂടുതലും. മനസ്സിലായോ? മോക്ക് അവിടെ ജോലി കിട്ടി, മോളും ഭർത്താവിനെയും കൊണ്ട് അങ്ങോട്ട് പോയി, രണ്ടുപേരും അവിടെയായി. കൊച്ചിന്റെ പ്രസവം വന്നപ്പം ആരെ കൊണ്ടുപോയി? അമ്മയെ കൊണ്ടുപോയി. മനസ്സിലായില്ലേ? കൊച്ചിന്റെ പ്രസവമായപ്പോൾ ആരെ കൊണ്ടുപോയി? അമ്മയെ കൊണ്ടുപോയി. അമ്മ പറഞ്ഞാ അപ്പൻ ഇങ്ങോട്ടൊന്നും പ്ലെയിനൊന്നും കയറിയിട്ടില്ല, നീ അപ്പനെയും കൂടി ഇങ്ങോട്ട്. പിന്നെ അപ്പനും കൂടെ അവിടെ പോയി. ഇപ്പൊ രണ്ടുപേരും അവിടെ തന്നെയാണ്, മഞ്ഞ് പൊഴിയുന്ന നാട്ടിൽ താമസിക്കുകയാണ്. ഇതിലെ നടന്ന വെള്ളനാട് വഴി നെടുമങ്ങാട് വഴി നടന്ന പുള്ളി ഇപ്പൊ എവിടെ? അങ്ങ് മഞ്ഞ് പൊഴിയുന്ന നാട്ടിൽ. മനസ്സിലായില്ലേ? അത് ഈ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണ്. നിന്റെ മക്കൾ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. അതുകൊണ്ട് നമുക്ക് ഈ വാഗ്ദത്തം അവകാശമാക്കണം. നിന്റെ തലമുറ ജാതികളുടെ ദേശത്തിന്റെ നന്മ എന്ത് ചെയ്യും? അവകാശമാക്കും. അത് നിമിത്തം നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കേരളത്തിൽ കൺവെൻഷൻ ചെന്നപ്പോഴും യോഗത്തിന് ചെന്നപ്പോഴും വിളമ്പി തന്ന കുറെ അമ്മച്ചിമാരും അപ്പച്ചന്മാരെയൊക്കെ ഞാൻ വിദേശ രാജ്യത്ത് കണ്ടിട്ടുണ്ട്. ഏറ്റവും എനിക്ക് അത്ഭുതം തോന്നിയത് ഒരു സാധ്യതയില്ലാത്ത ഒരു അമ്മാമ, സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇതുപോലൊരു വെച്ചുകെട്ടും പരിപാടിയൊക്കെ ഉള്ള ഒരു വീടിനകത്ത് മുറ്റത്തൊരു കൺവെൻഷൻ നടത്തി. മുറ്റത്ത് കൺവെൻഷൻ. അന്ന് രാത്രിയിൽ അവിടെ തന്നെ ഭക്ഷണം. പിറ്റേ ദിവസം പകരം എനിക്കൊരു ക്യാമ്പും കൂടെ ഉണ്ട്, യൂത്ത് ക്യാമ്പും. അത് കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റും. അപ്പൊ ഞാൻ അവിടെ തന്നെ വിശ്രമിച്ചു. ഇതുപോലൊരു സെറ്റപ്പ് തന്നെ. പക്ഷേ ഞങ്ങളുടെ റൂം വല്ലതും എടുത്തു തരട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാന്ന് പറഞ്ഞു അവിടെ തന്നെ അങ്ങനെ കഴിഞ്ഞു. ഒരു 3 വർഷം കഴിഞ്ഞ് ഞാൻ സിഡ്നി ചെല്ലുമ്പോൾ, ഓസ്ട്രേലിയ സിഡ്നി ചെല്ലുമ്പോൾ ഒരമ്മച്ചി വലിയ കാര്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഫാസ്റ്റേ മനസ്സിലായോ എന്നെ? ഞാൻ ആകെപ്പാടെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല. ഫാസ്റ്റ് ഇത്ര വേഗം മറന്നു എന്നെ. ഞാൻ പറഞ്ഞു സോറി ആന്റി, ഒന്ന് പറഞ്ഞാൽ. അന്ന് ഫോർട്ട് കൊച്ചി കൺവെൻഷൻ വന്നപ്പോ ഞങ്ങളുടെ വീട്ടിലല്ലേ താമസിച്ച്, ഓർക്കുന്നുണ്ടോ? ഒരാനവായും പെരക്കാത്ത കിടന്ന് ഉറങ്ങി. ഞെട്ടിപ്പോയി ഞാൻ എങ്ങനെ വന്നു ഇവിടെ? മോൾ ഇവിടെ പാസേ, മോള് ഞങ്ങളെ ഇങ്ങോട്ടും കൊണ്ടുപോകും. അച്ഛനും ഉണ്ട് ഇവിടെ. അന്നേരം വരിക സുമുഖനായിട്ടൊരു ചെറുപ്പക്കാരൻ, 80 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ വരിക. ഇങ്ങനെ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ സ്റ്റൈൽ മാറി. അപ്പോഴേ ഈ വാക്ക് എനിക്ക് ഓർമ്മ വന്നത്, നിന്റെ മക്കൾ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കളെയും കൂടെ അവരെന്തോ ചെയ്യും? നീ കൊണ്ടുപോയില്ലെങ്കിലും അവരുടെ നന്മ അനുഭവിക്കാനൊക്കെ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ? ഈ വാദ്യത്വങ്ങളെ അവകാശം പറഞ്ഞ് എന്തോ ചെയ്യണം? കേരളത്തിൽ എത്ര ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയാം? വിദ്വാന്മാർ പറയാം. കേരളത്തിൽ എത്ര ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്? ഇതിലുണ്ട്? ഒന്നുമില്ലേ? 2. ഏതൊക്കെയാ? എറണാകുളത്തും തിരുവനന്തപുരത്തും. കോഴിക്കോടുള്ളതും ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അപ്പൊ എത്ര ഉണ്ട് ഇപ്പം? 3 ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് എന്തിനാണെന്നറിയാവൂ? അവിടെ പോയി കണ്ടു കേട്ട് അതിന്റെ മതിലിന്റെ പുറത്തുകൂടി ഇങ്ങനെ യാത്ര ചെയ്തിട്ട് വരാനല്ല, അതിനകത്തൂടെ കയറി പോകാനാണ്. ട്രോളിയും തള്ളി അതിനകത്തൂടെ കയറി പോകണം. അങ്ങനെ ഒരു കാഴ്ച സ്വപ്നം കണ്ടോണം, പ്രാർത്ഥിച്ചോണം. മനസ്സിലായില്ലേ? വിദേശ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന അതിനുവേണ്ടിയാണ് അത് ഈ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മോൻ എവിടെയാണെന്ന് ചോദിക്കുമ്പം മോൻ ഇവിടെ കാട്ടാക്കട തന്നെ ഉണ്ട് എന്ന് മമ്മിമാർക്ക് പറയാൻ എന്നെ സങ്കോചമെന്നറിയാവും. മോൻ ഇവിടെ, അവൻ UK അവൻ അയർലൻഡില, സ്കോട്ട്ലൻഡില, മോൻ അങ്ങ് കാനഡയില, നയാഗ്രയില, മോള് അയ്യോ അവളെ പഠിച്ച പ്രസ്ഥാനം തന്നെ അവളെ അങ്ങ് കാനഡയ്ക്ക് അയച്ചു. ഇതൊക്കെ മമ്മി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മക്കളെ. അതുകൊണ്ട് എന്തോ ഇതോണം, പ്രാർത്ഥിച്ചോണം. കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത യോഗത്തിന് ഇവിടെ വരുമ്പോൾ ഒരെണ്ണത്തെ ഇവിടെ കാണരുത്. എല്ലാം പൊക്കോണം എവിടെങ്കിലും. ഞങ്ങൾ പ്രായമുള്ള കളവൻസും കളവിമാരി ഇവിടെ നിന്ന് ആരാധിച്ചോളാം. നിങ്ങളെല്ലാം പൊക്കോണം. എവിടെ പൊക്കോണം? ഏതെങ്കിലും വിദേശ രാജ്യത്ത് പൊക്കോണം. പോകുന്നൊക്കെ കൊള്ളാം, അവിടെ ചെന്ന് വഴിതെറ്റി ജീവിക്കരുത്. നിങ്ങളെ ഉയർത്തിക്കൊണ്ടുപോയി മേഘവാടികൾക്ക് മീതെ കൂടെ നിങ്ങളെ യാത്ര ചെയ്യിച്ച അത്യുന്നതനായ ദൈവത്തെ മറക്കരുത്. നമുക്ക് വേണ്ടി ചോര ചിന്തിയ ക്രിസ്തുവിനെ മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ശൈലി മാറ്റിയ കർത്താവിനെ മറക്കരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കണം. ഇതിനെല്ലാം ആധാരമാകുന്നത് ഒടുവിൽ കർത്താവിലും അവന്റെ എഴുന്നേറ്റ് നിൽക്കാം.